സ്നേഹികളെ, പത്മഭൂഷൺ കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വാദ്യോപാസന 2021 വാദ്യോത്സവത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 2022 ജനുവരി 2 അങ്കമാലിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വാദ്യോപാസനയുടെ 4 ഘട്ടങ്ങൾ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലായി വിവിധ വേദികളിൽ നടന്നു. ഇന്ന് കുഴക്കാട്ടിശ്ശേരിയുടെ ഹൃദയഭൂമിയായ ഗ്രാമികയിൽ വെച്ച് വാദ്യോപാസനയുടെ സമാപന സമ്മേളനവും അതോടൊപ്പം തന്നെ വാദ്യകലയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വാദ്യചക്രവർത്തി ചെർപ്പളശ്ശേരി ശിവൻ ആശാന് പത്മഭൂഷൺ കുഴൂർ നാരായണമാരാരുടെ സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും ആണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്കമാലിയിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചമ്പടമേളം സോദാഹരണ പ്രഭാഷണവും തുടർന്ന് ചമ്പട മേളവും അരങ്ങേറി. അതിനുശേഷം കൊരട്ടി NUP സ്കൂളിൽ വെച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വാദകർ പങ്കെടുത്ത പഞ്ചവാദ്യം അരങ്ങേറുകയുണ്ടായി. 3-ാം ദിവസം വാളൂർ നായർ സമാജം സ്കൂളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പരുഷവാദ്യം ഡെമോൺസ്ട്രേഷൻ ക്ലാസും തുടർന്ന് പരുഷവാദ്യവും അരങ്ങേറി. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ശ്രീ കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി, ഉദ്ഘാടക ആദരണീയയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R. ബിന്ദു അവർകൾ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ V. കലാധരൻ അവർകൾ, അവാർഡിന് അർഹനായ മദ്ദള ചക്രവർത്തി ചെർപ്പളശ്ശേരി ശിവനാശൻ, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR ജോജോ, ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി മിനി പോളി, ഗ്രാമിക പ്രസിഡന്റ് ശ്രീ PK കിട്ടൻ, സെക്രട്ടറി ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, ഏവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ഓഡിറ്റോറിയത്തിനകത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗ നടപടികൾ ആരംഭിക്കുകയായി. സമാപന യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് പത്മഭൂഷൺ കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ അനിൽ P. മേനോനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ, കലാകാരന്മാരെ, കലാസ്നേഹികളെ, പത്മഭൂഷൺ കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷനും കേന്ദ്ര സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 5 ദിവസം നീണ്ട പരിപാടികളുടെ സമാപനവും പത്മഭൂഷൺ കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ വർഷം തോറും നടത്തി ആദരിക്കാറുള്ള പുരസ്കാര സമർപ്പണവും നടക്കുന്ന ധന്യമായ ഈ വേദിയിൽ ഇന്ന് നമുക്കൊക്കെ ഹന്ത ഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞ പോലെ ഈ
അതിഗംഭീരന്മാരായ ഒരു തലമുറയുടെ കൂടെ ജീവിക്കാൻ ഒരു കാലമുണ്ടായി എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു പുണ്യം ആയി കണക്കാക്കേണ്ടതാണ്. കുഴൂരാശാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടാളെയാണ് ഒരു നാടിൻ്റെ പേരിൽ ആശാൻ സ്ഥാനം കൊടുത്ത് കേട്ടിട്ടുള്ളൂ. അന്നമനയുടെ ആശാനും അതിനുശേഷം കുഴൂരാശാനും. അദ്ദേഹത്തിൻ്റെ വാദ്യ പ്രവർത്തികളേക്കാൾ കൂടുതൽ അദ്ദേഹം അനുവർത്തിച്ചു പോകുന്ന ചിട്ടകളും ജീവിതചര്യകളും ആ കലയോടുള്ള അതിഭയങ്കരമായ ഉപാസനയും വിനയവും ഈ കാലഘട്ടത്തിൽ നിന്നല്ല ഏത് കാലഘട്ടത്തിലും അനുകരിക്കാൻ പറ്റാത്ത വിധം അതിപ്രൗഢമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷന് അദ്ദേഹം ഉപാസിച്ച ആ വാദ്യവിഷയങ്ങളെ മാത്രം ഉപലംബിച്ചുകൊണ്ട് അദ്ദേഹം ഉപാസിച്ച വാദ്യത്തെ മാത്രം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം. ഇന്ന് കേരളത്തിൽ ഉള്ള സാംസ്കാരികമായിട്ടുള്ള എല്ലാ വാദ്യ കലകളെയും പ്രോത്സാഹിപ്പിച്ച് അവയൊക്കെ തന്നെ ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കുക, ജനങ്ങളിൽ ഇത്തരം ഒരു കലകൾക്ക് ഒരു പ്രായോഗികത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതിനുവേണ്ടി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ വാദ്യകലകൾ അഭ്യസിക്കാൻ, അതും എല്ലാവരുടെ സഹകരണത്തോടും കൂടി അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു കലാമണ്ഡലം പോലെയൊക്കെയുള്ള സിലബസോട് കൂടിയിട്ടുള്ള ഒരു പഠന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഫൗണ്ടേഷനെ എത്തിക്കാൻ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ സഹായിച്ചാൽ, നമുക്കിപ്പോൾ സ്വന്തം സ്ഥലമായിട്ടുണ്ട്, അവിടെ കെട്ടിടമാവണം, അത്തരം കാര്യങ്ങളിൽ എല്ലാവരും ജില്ലാ പഞ്ചായത്ത് എല്ലാവർക്കും സഹകരിച്ച് മുന്നോട്ട് പോയാൽ ഇത് അതിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ നമുക്ക് നല്ല ഒരു പക്ഷേ ഇപ്പോൾ കേരള കലാമണ്ഡലത്തിലായാലും കലാനിലയത്തിലായാലും ഒരു പ്രത്യേക വയസ്സിലുള്ള ആളുകൾക്കാണ് അവിടെ പഠന സൗകര്യങ്ങളുള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത് ഒരു പ്രത്യേക കാലം കഴിയുമ്പോഴാണ് ഈ കലയിലേക്ക് ചില താല്പര്യങ്ങൾ കടന്നു വരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജ് ജീവിതത്തിൽ ഒക്കെയാണ് നമുക്ക് ഈ കലകളോടുള്ള താല്പര്യം. അപ്പോൾ ഇത്തരം ചില കലാമണ്ഡലത്തിലായാലും കലാനിലയത്തിലായാലും നമുക്ക് ചേരാനോ പഠിക്കാനോ സാധിക്കാത്തൊരവസരം ഉണ്ടാകുന്നു. അത്തരം ഒരവസരം കൂടിയാണ് ഫൗണ്ടേഷൻ പോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഗ്രാമിക അത് ചെയ്തു വരുന്നുണ്ട്. ഗ്രാമിക ഒരു ഗ്രാമത്തിൻ്റെ തന്നെ ഒരു കലാഗ്രാമം പോലെ ഞാൻ പ്രത്യേകം ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമിക പോലെയുള്ള ഒരു കലാഗ്രാമത്തിൽ വെച്ച് ഈ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ്റെ സമാപന സമ്മേളനം നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് രണ്ട് തരത്തിലത് വലിയൊരു കാര്യമാണ്. ഗ്രാമികയുടെ ആ ഒരു കേമത്വത്തിനോടൊപ്പം തന്നെ ഗ്രാമികയും കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷനും സംയുക്തമായി യോജിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ഇവിടെ അനവധി കുട്ടികൾ ഓരോ കൊല്ലവും എല്ലാവിധ കലാരംഗത്തും പഠിച്ച് പുറത്തിറങ്ങുന്നതിന് കൂടെ തന്നെ ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ച് നമുക്ക് പലതും ചെയ്യാനായി തീരും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് റിപ്പോർട്ടിൽ അതുപോലെ തന്നെ മഹാരഥന്മാരായിട്ടുള്ള അനവധി ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പറയും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേർന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദുവിനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. അവരെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കൊക്കെ എല്ലാവർക്കും പരിചയം കാര്യങ്ങളുണ്ടാവും. എന്നിരുന്നാലും കലാരംഗത്ത് പ്രവർത്തിച്ച് കലകളോടുള്ളൊരു ആഭിമുഖ്യം നിലനിർത്തിക്കൊണ്ട് തൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റി തലത്തിൽ വരെ കഥകളിക്കൊക്കെ സമ്മാനങ്ങൾ രാഘവാശാനായിരുന്നു ആശാൻ എന്ന് തോന്നുന്നു രാഘവാശാൻ്റെ കീഴിലൊക്കെ കഥകളി അഭ്യസിച്ച് അങ്ങനെ കലകളെ സാധാരണഗതിയിൽ കഥയറിയാതെ ആട്ടം കാണാൻ വന്ന ഒരു
വെറുതെ കയറി വന്നൊരു ഒരു മന്ത്രി എന്ന നിലയ്ക്ക് വന്നതല്ല. ഒരു കലാപരമായിട്ടുള്ള കഴിവുകളെ ആദരിക്കുകയും കലാപരമായിട്ടുള്ള കഴിവുകൾ അവർ ചിട്ടയോടുകൂടി പഠിച്ച് അതിനെ അനുവർത്തിച്ച് പോന്നിരുന്നതും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ തന്നെ, ആ ഒരു മഹതി രത്നത്തെ തന്നെ നമുക്ക് ഇവിടെ ഈ പുരസ്കാര സമർപ്പണത്തിനും ഉദ്ഘാടനത്തിനും കിട്ടാൻ സാധിച്ചു എന്നുള്ളത് ഈ ഫൗണ്ടേഷൻ്റെയും ഗ്രാമിക പോലെയുള്ള സംഘടനയുടെയൊക്കെ ഒരു ഗുരുത്വം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീമതി ആർ ബിന്ദുവിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. യോഗാധ്യക്ഷനാണ് കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി അവർകൾ. ഞങ്ങളുടെ എല്ലാ ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഉപദേശവും അതുപോലെ തന്നെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അവഗാഹവും ഉള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ വക കാര്യങ്ങളിലെല്ലാം ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിന് ഈ ഫൗണ്ടേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ശ്രീമാൻ ബ്രഹ്മശ്രീ കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്ന് ഈ യോഗത്തിൻ്റെ തന്നെ പരമപ്രധാനമായ ഒരു കാര്യം പുരസ്കാര സമർപ്പണമാണ്. പുരസ്കാര സമർപ്പണത്തിന് 2020 വർഷത്തെ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുത്തത് ശ്രീ ചേർപ്പുളശ്ശേരി ശിവനെയാണ്. മദ്ദളം എന്ന് പറഞ്ഞാൽ ഇന്ന് വേറൊരു പര്യായം ഇല്ലാത്ത രീതിയിൽ മദ്ദളത്തെ ഏതുവിധേന, അതായത് അദ്ദേഹത്തിൻ്റെ മദ്ദളം ഒരു കൊട്ടുകല്ല, ഒരു വായന പോലെയാണ്. ഞാനിത് പല വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ചില അഭിമുഖങ്ങളിലൊക്കെ 15 വർഷമാണ് ചേർപ്പുളശ്ശേരി ശിവൻ അഭ്യസിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. വിവിധമായിട്ടുള്ള ആശാന്മാരുടെ കീഴിൽ 15 വർഷം ഒരു കലയ്ക്ക് വേണ്ടി, കല അഭ്യസിക്കണമെന്നുള്ള താല്പര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുക എന്നുള്ളത് വളരെ അപൂർവം. നമുക്ക് കേട്ടുകേൾവി പോലുമില്ല. ഇന്ന് 4-5 വർഷം കഴിയുമ്പോൾ എല്ലാമായി കേമത്തമായി എന്ന് കണക്കാക്കി കേമന്മാരായി പ്രവൃത്തിയിലേക്ക് കടക്കുന്ന ആളിൽ 15 വർഷമാണ് അദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടം. വിവിധ ഗംഭീരന്മാരായിട്ടുള്ള ആശാന്മാരുടെ കീഴിൽ 15 വർഷക്കാലം. ഈ കാലയളവിൽ അദ്ദേഹം പഠിച്ചതിൻ്റെ ഒരു കേമത്വം, സ്വാധക ബലം, കലാമണ്ഡലത്തിലുള്ള ബലം എല്ലാം നമുക്ക് കാണുന്നുണ്ടെങ്കിലും ഈ ഒരു സംഗീത വഴി എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് വളരെയധികം, അത് ശിവാശാൻ എന്ന് വിളിക്കുന്ന, ശിവേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഈ സംഗീത വഴി എങ്ങനെയാണ് വരണമെന്ന് ഒരു പിടുത്തം കിട്ടിയിരുന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് സാക്ഷാൽ കുറുപ്പാശാൻ്റെ ഒരു സ്മൃതി എഴുതിയ ഒരു കലയാമി സുമത എന്നുള്ളൊരു പുസ്തകത്തിൽ ചേർപ്പുളശ്ശേരി ഒരു അനുസ്മരണം എഴുതിയിട്ടുണ്ട്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം എന്താണ് ഈ സംഗീത വഴി. സംഗീതം അറിയാവുന്ന ആളാണ്. അത് തന്നെയല്ല, സാക്ഷാൽ കുറുപ്പാശാൻ്റെ കൂടെ ശിങ്കിടിയായിട്ട് പാടിയിട്ടുണ്ട്. അത്രേ, സാക്ഷാൽ കുറുപ്പാശാൻ്റെ കൂടെ ശിങ്കിടിയായിട്ട് പാടിയിട്ടുണ്ട്. കുറുപ്പാശാൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ പരം സംഗീതം ഇനി വരാനില്ല. സംഗീതത്തിൻ്റെ ഇനി ആ സംഗീതത്തെക്കുറിച്ച് ആലോചിക്കണ്ട. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സംഗീത വഴി, ഒരു കൊട്ടിയിലുള്ള ആ സംഗീത വഴി അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്നത് എങ്ങനെയെന്നും സംഗീതം കൂടി പഠിച്ചിട്ടുള്ള ഒരു ആള് എന്ന നിലയ്ക്ക് കുറുപ്പാശാൻ ചോദിച്ചിട്ടുണ്ട്. അത്രേ, പാട്ട് പഠിച്ചൂടെ എന്ന് ചോദിച്ചു എന്നാ പറയുന്നത്. പഠിക്കാഞ്ഞത് മദ്ദളത്തിൻ്റെ ഭാഗ്യം, ആ വഴിക്ക് പോകാഞ്ഞത്. എന്തായാലും ശ്രീമാൻ ചേർപ്പുളശ്ശേരി ശിവന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ശ്രീ വി കലാധരനാണ്. കലാനിരൂപകന്മാർ ഇന്ന് അന്യം വന്ന് നിൽക്കുന്നൊരു സാഹിത്യ ഒരു ഭാഗമാണ്. ASN നമ്പീശന് ശേഷം കലാനിരൂപകൻ എന്ന് പറഞ്ഞാൽ അതിൽ 2 തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കലാനിരൂപന്മാർ നല്ലോണം വാദ്യങ്ങളെ കുറിച്ചിട്ട് പഠിച്ച് നല്ല അവഗാഹമുള്ള ആളുകൾ എഴുതിയില്ലെങ്കിൽ അത് അപകടവും. അപ്പം ഇന്ന് കേരളത്തിൽ ഒരു കലാനിരൂപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രാധാന്യം, അത്രയധികം അവഗാഹത്തോടുകൂടി പഠിച്ച് അതിനെ നടപ്പിൽ വരുത്താൻ, ഒരു കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധത്തോടു കൂടി പറയുവാൻ, എഴുതുവാൻ സാധിക്കുന്ന
ശ്രീ വി കലാധരനെ മുഖ്യപ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന വി കലാധരനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്ന് ഇവിടെ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുന്നത് ശ്രീ കാലടി കൃഷ്ണയ്യരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എവിടെ എന്തു വാദ്യ പരിപാടികളുണ്ടെങ്കിലും അവിടെ പോവുകയും അവിടെ ചെന്ന് അതിൻ്റെ ഗുണദോഷവശങ്ങൾ കൃത്യമായി പറഞ്ഞുകൊടുത്ത് അതിന് പ്രായോഗികമായിട്ടുള്ള പരിഹാരം കണ്ടെത്തി അതിനെ ഉജ്ജ്വലമാക്കാൻ ശ്രീ കൃഷ്ണയ്യരെ പോലെ കഴിവുള്ള അനവധി പേരൊന്നും ഇന്ന് നമ്മുടെ കേരളത്തിലില്ല. അദ്ദേഹത്തെ ശ്രീ കാലടി കൃഷ്ണയ്യരെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥി ഡേവീസ് PK ഡേവീസ് മാഷ് എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്കറിയുള്ളൂ. മാഷ് ആവാണ്ട് മാഷായ ഒരു മാഷാണ് ഡേവീസ് മാഷ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ വന്നിട്ട് അനവധി ആളുകൾ ചെയ്യാത്തൊരു കാര്യമാണ് ആ കൊട്ടിന് വന്നിട്ടുള്ള കലാകാരന്മാരുടെ അടുത്ത് പോയി അവരുടെ പേരും സ്ഥലവും എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അതിനർത്ഥം ഈ ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോഴും ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അതിനു വേണ്ടി സമയം ചെലവഴിക്കാനും ഉള്ള ഒരു സന്മനസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്മനസ് തന്നെ ആവണം അദ്ദേഹം ഓരോ കാലഘട്ടം കഴിയുന്തോറും ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും എന്നെനിക്ക് തോന്നുന്നു. ശ്രീ PK ഡേവിസ് മാഷെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളു. ശ്രീമതി സന്ധ്യ നൈസൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ശ്രീമതി സന്ധ്യ നൈസനെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR ജോജോ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി മിനി പോളി വാർഡ് മെമ്പർ ആളൂർ ഗ്രാമപഞ്ചായത്ത് ശ്രീമതി മിനി പോളിയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ PK കിട്ടൻ മാഷ് എന്ന് പറഞ്ഞാലേ മാഷേ അറിയുള്ളൂ. കിട്ടൻ മാഷ് മാഷൊക്കെ എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാനിവിടെ പണ്ട് 1990 ഇവിടെ മാഷൊക്കെ പ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ പ്രസ് ഉണ്ടായിരുന്നു. ഇവിടെ തന്നെയുള്ള മാഷിൻ്റെ തന്നെ ഒരു ബന്ധുവായിട്ടുള്ള അലോഷ് ആയിരുന്നു അന്ന് ഞങ്ങളുടെ എഡിറ്റർ ഞങ്ങളുടെ യൂണിയൻ്റെ. അപ്പോൾ അന്ന് അധികമൊന്നുമില്ല, നല്ല നല്ല പ്രസ്സുകളൊന്നും. അന്ന് ആ മാഗസിൻ എഡിറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് വന്ന കാലം തൊട്ട് അദ്ദേഹം ഇവിടെ ചെറിയ രീതിയിൽ തുടങ്ങിയ അന്ന് ഗാന്ധി സ്മാരക സ്കൂളിലാണ് മാസ പരിപാടികളൊക്കെ നടത്തിയിരുന്നത് അഷ്ടമിച്ചിറ. പിന്നീട് കെട്ടിടമായി ഒരു കലാഗ്രാമമായി ഇതിനെ വളർത്തിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ ഏതു വിഷയത്തിലും തൻ്റെ സ്വന്തം അഭിപ്രായം, അത് ധനനഷ്ടം വന്നാലും മാനനഷ്ടം വന്നാലും ആ സ്വന്തം കാര്യത്തിന് സ്വന്തം അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുത്ത് നിൽക്കുന്ന ശ്രീ PK കിട്ടൻ അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഗ്രാമിക സെക്രട്ടറി ശ്രീ വടക്കേടത്ത് പത്മനാഭൻ അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്ന് ഈ കുടൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അനവധി ആളുകൾ പലരുണ്ട്. അവരെ എല്ലാവരെയും ഈ വേദിയിലേക്കും നമ്മുടെ ഈ കുടൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ MNS നായർ അവർകൾ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്ന് ഇതിനു മുമ്പ് കൊമ്പുപറ്റ്, കുടൽപ്പറ്റ്, അതിനുശേഷം ദ്വാദശമേളം എന്ന് പറഞ്ഞൊരു വിശേഷാൽ മേളം നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള പഞ്ചാരി, പാണ്ടി, ചെമ്പട, അടന്ത, മുറിയടന്ത അങ്ങനെയുള്ള മേളങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു മേളം ഇന്നിവിടെ ശ്രീ കലാനിലയം അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കലാസ്വാദകർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി കണ്ട് ആസ്വദിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അധ്യക്ഷ ഭാഷണത്തിനായി ചെയർമാൻ കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി അവർകളെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഉദ്ഘാടക, കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി R. ബിന്ദു സർ അവർകളെ,
തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡേവിഡ് മാഷ് അവരുടെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈജൻ, വാർഡ് മെമ്പർ ശ്രീ വിനി പോളി, ഇന്ന് ഇവിടെ സ്വാഗതാധ്യക്ഷൻ സ്വാഗത പ്രസംഗികൻ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു പ്രഭാഷകരെ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം കഥകളി രംഗങ്ങളിലൊക്കെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് കലാനിരൂപകൻ വി കലാധരൻ അവരുടെ. നമ്മുടെ ഈ പത്മഭൂഷൺ കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ്റെ സർവതോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിച്ച് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ ജനറൽ സെക്രട്ടറി MS നായർ അവരുടെ, ശ്രീ കാരടി കൃഷ്ണയ്യർ അവരുടെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ ഗ്രാമികയുടെ പ്രസിഡന്റ് ശ്രീമാൻ PK കിട്ടൻ അവരുടെ, സെക്രട്ടറി ശ്രീ വടക്കേടം പത്മനാഭൻ നമ്പൂതിരി ഡോക്ടർ അവരുടെ, എൻ്റെ സഹപ്രവർത്തകരെ, ഏറ്റവും ബഹുമാനപ്പെട്ട ഇന്ന് ഫൗണ്ടേഷൻ്റെ പുരസ്കാരം നൽകി ആദരിക്കുന്ന ചേർപ്പുളശ്ശേരി ശിവൻ അവരുടെ, സ്നേഹം നിറഞ്ഞ ഗ്രാമികയുടെ കമ്മിറ്റി അംഗങ്ങളെ, ഈ നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമോഭാഗം. പത്മഭൂഷൺ കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ 1913 ആരംഭിച്ചു. എന്നിരുന്നാലും 2015 ആണ് അതിൻ്റെ പ്രവർത്തനം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഭംഗിയായി കൊണ്ടുപോകാൻ സാധിച്ചത്. ആദ്യത്തെ വർഷം അന്നമരട പരമേശ്വരമാരാർ, അദ്ദേഹം ദിവംഗതരായി. അദ്ദേഹത്തിന് തിമലയിൽ നാം അവാർഡ് കൊടുക്കുകയുണ്ടായി, പുരസ്കാരം കൊടുക്കുകയുണ്ടായി. 55,555 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ്. തുടർന്ന് ഓരോ വർഷവും വളരെ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിച്ചു പോരുകയാണ്. ഈ വർഷം 2020 കൊടുക്കേണ്ട പുരസ്കാരമാണ് 2021 ഇപ്പോൾ മേലുദ്ധരിച്ച ശ്രീമാൻ ചേർപ്പുളശ്ശേരി ശിവന് കൊടുക്കുന്നത്. ഏതായാലും ഇന്ന് ഇവിടെ ഈ പരിപാടികൾക്ക് സ്വാഗതം ആശംസിച്ച അനിൽ P. മേനോൻ, ശ്രീമാൻ മോഹൻദാസ്, ശശിധരൻ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി വരുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വമായ മുരളീധരമാര, അന്നമരട മുരളീധരമാര, എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നല്ല ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. നമസ്കാരം. ഈ മഹത്തായ
സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി കേരളത്തിൻ്റെ ആരാധ്യയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സർവോപരി കലാകാരിയും കലാസ്വാദകയുമായ പ്രൊഫസർ ആർ ബിന്ദു അവർകളെ ഏറ്റവും ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മളോട് സംവദിക്കുന്നതിനുമായി പ്രൊഫസർ ആർ ബിന്ദു അവർകളെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ബഹുമാന്യനായ ബ്രഹ്മശ്രീ കാളത്തി മേക്കാട് പരമേശ്വരൻ നമ്പൂതിരി അവർകളെ, ഇന്ന് ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് സദസ്സിൽ സന്നിഹിതനായിട്ടുള്ള ഈ പരിപാടിയുടെ കേന്ദ്രബിന്ദുവായ ബഹുമാന്യനായ ചെർപ്പുളശ്ശേരി ശിവൻ ആശാൻ, ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഡേവിസ് മാസ്റ്റർ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീമതി സന്ധ്യ നൈസൺ, ആളൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി മിനി പോളി, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യനായ കലാനിരൂപകൻ ശ്രീ V കലാധരൻ, സ്വാഗതം ആശംസിച്ച ശ്രീ അനിൽ P മേനോൻ, പ്രിയപ്പെട്ട കിട്ടമ്മാഷ്, ശ്രീ വടക്കേടത്ത് പത്മനാഭൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഏറെ അഭിമാനകരമായ ഒരു പരിപാടിയിലാണ് നാം ഏവരും പങ്കെടുക്കുന്നത്. പഞ്ചവാദ്യ കുലപതി പത്മവിഭൂഷൺ കുഴൂർ നാരായണമാരാരുടെ അനുസ്മരണാർത്ഥം കലാരംഗത്ത് മികച്ച നിലയിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കേരളത്തിൻ്റെ താളവാദ്യ മേഖലയിൽ വ്യതിരിക്ത പ്രഭാവത്തോടുകൂടി ജ്വലിച്ചു നിൽക്കുന്ന ചെർപ്പുളശ്ശേരി ശിവൻ ആശാന് നൽകുന്ന ഈ പരിപാടി നമുക്കേവർക്കും വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒന്നാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ബഹുമാന്യനായിരുന്ന കുഴൂർ നാരായണമാരാശാനെ സംബന്ധിച്ചിടത്തോളം പൂരനഗരിയുടെ കേന്ദ്രബിന്ദുവായി തന്നെ പൂരദിനങ്ങളിൽ വിളങ്ങി നിന്ന ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന് സ്നേഹാഭിമാനപൂർവ്വം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജ്വലിക്കുന്ന കണ്ണുകളോടെ അദ്ദേഹം തൻ്റെ പ്രവൃത്തി സമർപ്പിതമായ രീതിയിൽ
ജനങ്ങൾക്കു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠനായിട്ടുള്ള കുഴൂർ കുട്ടപ്പന്മാരാരുടെയും അനിയനായിട്ടുള്ള കുഴൂർ ചന്ദ്രന്മാരാരുടെയും കൂടെ കുഴൂർ ത്രയം എന്ന പേരോടുകൂടി ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് രാജ്യത്തിൻ്റെ തന്നെ നെറുകയിലേക്ക് എത്തിക്കും വിധം പത്മവിഭൂഷൺ അവാർഡ് നേടുക ചെയ്തുകൊണ്ട് ഒക്കെ തന്നെ കേരളത്തിൻ്റെ താളവാദ്യ മേഖലയുടെ പ്രശസ്തി അങ്ങേയറ്റം വിനിമയം ചെയ്ത ആ മഹാപ്രതിഭയുടെ പേരിലുള്ള പുരസ്കാരം നാം ഇന്ന് നൽകുന്ന ബഹുമാന്യനായ ചെറുപ്പുളശ്ശേരി ശിവാശാൻ, അദ്ദേഹം എത്ര ലാളിത്യത്തോടും വിനയത്തോടും കൂടിയാണ് വേദിയിലിരിക്കുന്നത് എന്ന് വളരെ ബഹുമാനപൂർവ്വം ഞാൻ കാണുകയാണ്. കഴിഞ്ഞ ദിവസം സദനം കൃഷ്ണൻകുട്ടിയാശാൻ്റെ അശീതി ആഘോഷവുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലത്തിലൊരു പരിപാടി നടക്കുമ്പോൾ അവിടെ ഒരു പ്രാസംഗികൻ സൂചിപ്പിക്കുകയുണ്ടായി, ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് എത്രയോ കലാപ്രതിഭകൾ ഉദയം ചെയ്തിരിക്കുന്നു, അവരാരും ആ ഗ്രാമത്തിൻ്റെ പേര് സ്വന്തം പേരിനോട് കൂട്ടിച്ചേർത്തിട്ടില്ല, ആകെ അത് ചെയ്തത് ചെറുപ്പുളശ്ശേരി ശിവനാണ് എന്ന് പ്രായം ചെന്ന ചെറുപ്പുളശ്ശേരി നിവാസിയായിട്ടുള്ള ഒരു മാന്യദേഹം അവിടെ പ്രസംഗിക്കുകയുണ്ടായി. അത് വലിയ ഒരു അംഗീകാരം തന്നെയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിൻ്റെയോ വാല് കൂട്ടിച്ചേർക്കാതെ സ്വന്തം ഗ്രാമത്തിൻ്റെയും സ്വന്തം പേരിൻ്റെയും ബലത്തിൽ അദ്ദേഹം പ്രശോഭിച്ച് നിൽക്കുകയാണ് പതിറ്റാണ്ടുകളായിട്ട്. 6-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 18-ാം വയസ്സിൽ തെക്കോട്ടിറക്കം ത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ലയവിന്യാസത്തിൽ പങ്കുകൊള്ളുകയാണ്. അത് കഴിഞ്ഞ് നീണ്ട വർഷങ്ങൾ മംഗളകാരിണിയായിട്ടുള്ള ഈ വാദ്യത്തെ ഏറ്റവും താലോലിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ സംഗീതാത്മകമായിട്ട് ആ താളവാദ്യത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സബര്യ നിർവഹിച്ച് മുന്നോട്ട് പോകുകയാണ്. ഏറ്റവും സ്നേഹാദരപൂർവം ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ പ്രണമിക്കുകയാണ്. കാരണം ഈ ഒരു വാദ്യം അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം മനസ്സിലാക്കാൻ കഴിയുന്നത് നടരാജൻ രൗദ്രതാളത്തിൽ അദ്ദേഹത്തിൻ്റെ താണ്ഡവം ഏറ്റവും ഉച്ചസ്ഥായിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഭൂമിക്ക് അപകടം പിടഞ്ഞെങ്കിലോ എന്ന് ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് മഹാവിഷ്ണു നന്ദികേശന് ഉണ്ടാക്കി കൊടുത്ത ഒരു സംഗീതോപകരണമാണ് മദ്ദളം എന്നാണ് പറയുന്നത്. അതായത് ആ ചടുലമായ ചലനങ്ങളെ സൗമ്യമാക്കി തീർക്കാൻ ഈ വാദ്യോപകരണത്തിൻ്റെ വാദനം സഹായകരമായി എന്നാണ് പറയുന്നത്. ഐതിഹ്യത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. എന്തായാലും മദ്ദളത്തിൻ്റെ ആ വാദനം നമ്മുടെ മനസ്സിനെ വളരെയധികം കുളിർപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. കഥകളിയിലൊക്കെ വിവാഹത്തിൻ്റെ അവസരത്തിൽ മദ്ദളം വായിക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മംഗളകരമായിട്ടുള്ള ഒരു അനുഭൂതി തന്നെയാണ് ഉണ്ടാകാറുള്ളത്. നിരവധി ക്ഷേത്രമുറ്റങ്ങളിലും കളിയരങ്ങുകളിലും ഉത്സവപ്പറമ്പുകളിലുമൊക്കെ തന്നെ തൻ്റെ കയ്യിലുള്ള കലയെ ഏറ്റവും സമർത്ഥമായി കൈകാര്യം ചെയ്തിട്ടുള്ള ഈ രംഗത്ത് അഗ്രഗണ്യനായി നിലനിൽക്കുന്ന ഒരാചാര്യനെയാണ് ഇന്ന് നമ്മുടെ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. സമ്മാനിതരാകുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു, ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അദ്ദേഹം അതുപോലെ കാലാനുസാരിയായിട്ട് ഈ മദ്ദളവാദനത്തിൻ്റെ ആ പ്രക്രിയയെ ഉമയാൾപുരം ശിവരാമനെ പോലുള്ള മഹാഗുരുക്കന്മാരോട് ചേർന്ന് മൃദംഗവുമായി ചേർന്ന് ലയവിന്യാസമൊക്കെ ചെയ്തു വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വൈവിധ്യപൂർണമായ രീതിയിൽ ഈ സംഗീതോപകരണത്തെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം യുവ തലമുറയെ കൂടി ഇനിയും പരിശീലിപ്പിക്കട്ടെ. ഏറെക്കാലം അതിനുള്ള സാധ്യത കലാകേരളത്തിന് ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിനു വേണ്ടി ആശംസിക്കാനുള്ളത്.
എത്ര വലിയ കല, എത്ര ഗംഭീരമായ രീതിയിൽ എത്ര കാലം കൈകാര്യം ചെയ്താലും വിനയമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എന്നുള്ളത് വളരെയധികം അഭിമാനകരമാണ്. ആദരപൂർവം ഞാൻ ആ വിനയത്തിൻ്റെ മുൻപിൽ നമസ്കരിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ ഈ സ്നേഹ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. വളരെ ഭംഗിയായി തന്നെ ആശാനെ നമുക്ക് മുമ്പിൽ വരച്ച് അവതരിപ്പിച്ച ബിന്ദു ടീച്ചർക്ക് പ്രത്യേകമായ നന്ദി. ഔപചാരികമായി പുരസ്കാര ജേതാവിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ഫലകവും പ്രശസ്തി പത്രവും സമർപ്പിക്കാം. ശ്രീ കാലടി കൃഷ്ണയ്യർ അവർകളെ അതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മന്ത്രി പറഞ്ഞ പോലെ ചെർപ്പളശ്ശേരി എന്ന് പറഞ്ഞാൽ കലാലോകത്തിന് അത് ചെർപ്പളശ്ശേരി ശിവനാണ്. മദ്ദളം എന്ന് വർത്തമാനകാലത്തിൽ ആര് പറഞ്ഞാലും അതും ശിവേട്ടനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എത്രയും വേഗത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, എന്നിരുന്നാലും ഔപചാരികതയുടെ പേരിലാണത് ചെയ്യുന്നത്. 1947 ശിവേട്ടൻ ജനിച്ചത്. അച്ഛൻ്റെ പേര് ചാഴിയാട്ട് അപ്പുണ്ണി നായർ. അദ്ദേഹം ഒരു തവിൽ വിദഗ്ധനായിരുന്നു. നാഗസ്വരം തവിൽ. അതായത് അവിടെ ഈ ചെർപ്പളശ്ശേരിയിലെ ഒരു അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ അടിയന്തരക്കാരനുമായിരുന്നു അദ്ദേഹം. പയ്യൂർ പാറക്കുട്ടിയമ്മയാണ് അമ്മ. ആദ്യത്തെ ഗുരു വാൽപ്പറമ്പിൽ കുഞ്ഞൻ നായർ. അങ്ങനെ പറഞ്ഞ് നിർത്താവുന്നൊരു പേരല്ല കുഞ്ഞൻ നായരുടേത്. അദ്ദേഹം മദ്ദളത്തിൽ കേളി മാത്രമേ കൂട്ടുള്ളൂ. വേറെ പഞ്ചവാദ്യമോ വേറെ ഒന്നും കൂട്ടില്ല. കേളി മാത്രം കൂട്ടും. ശരിയായ ഒരു മദ്ദളക്കാരനെ വിലയിരുത്തുന്നത് അദ്ദേഹം ആ കേളി അവതരിപ്പിക്കുന്നതിലൂടെയാണ്. ഇന്നും അതുതന്നെയാണ് ഒരു ശരിയായ മദ്ദളവാദകനെ വിലയിരുത്തുന്നതിനുള്ള മാർഗം. കേളി മാത്രമേ കൊട്ടൂ എന്ന് നിർബന്ധമുള്ള വാൽപ്പറമ്പിൽ കുഞ്ഞൻ നായരുടെ മകളുടെ മകനാണ് ശിവേട്ടൻ. ആദ്യത്തെ ഗുരുവും ആ മുത്തച്ഛൻ തന്നെയാണ്. LP സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ കേളി അഭ്യസനം തുടങ്ങി. പിന്നീട് 9ാമത്തെ വയസ്സിലാണ് അരങ്ങേറ്റം നടത്തിയത്. അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ തന്നെയാണ് അരങ്ങേറ്റം. കേളി കുട്ടിക്കൊണ്ട് തന്നെയാണ് അരങ്ങേറ്റം. 11ാമത്തെ വയസ്സിൽ സ്കൂൾ പഠനമെല്ലാം മാറ്റിവെച്ച് ഗാന്ധി സേവാസദനം എന്നൊരു സ്കൂളുണ്ട് പേരൂർ എന്ന സ്ഥലത്ത്. അവിടെ കഥകളി മദ്ദളവും കേളിയും ആണ് അഭ്യസിച്ചു തുടങ്ങിയത്. ശരിക്കും ശിവേട്ടൻ്റെ തുടക്കം അങ്ങനെയാണ്. പഞ്ചവാദ്യമല്ല, കഥകളിയും കേളിയും പഠിച്ച് ധാരാളം വേദികൾ പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ അധ്യാപകരെ കൂടെ ഒന്ന് സ്മരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കലാകാരന്മാരെ നമ്മൾ സ്മരിക്കുമ്പോഴാണ് പൂർവ്വകാലത്തുണ്ടായിരുന്ന പൂർവ്വസൂരികളെയും കൂടി നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹത്തെ അന്ന് ഗാന്ധി സേവാസദനത്തിൽ പഠിപ്പിച്ചത് പാലൂർ അച്യുതൻ നായർ എന്ന വളരെ പ്രസിദ്ധനായ ഒരു മദ്ദളവാദകനുണ്ടായിരുന്നു. അദ്ദേഹവും കലാമണ്ഡലം ഈശ്വരവാര്യർ എന്ന് പേര് കേട്ട ഒരു മദ്ദളവാദകനും, അലനല്ലൂർ കൃഷ്ണൻകുട്ടി നമ്പീശൻ, അദ്ദേഹവും വളരെ പ്രസിദ്ധനാണ്. ഈ 3 ഗുരുക്കന്മാരുടെ ശിഷ്യനാണ് ഗാന്ധി സേവാസദനത്തിൽ പഠിച്ച നമ്മുടെ ശിവേട്ടൻ. പക്ഷേ അദ്ദേഹത്തെ ഒരു പക്ഷേ ഈ മദ്ദളവാദനത്തിലെ ഭംഗിയും ഊർജസ്രോതസ്സുമെല്ലാം പകർന്നു കൊടുത്തത് ഇവരല്ല എന്നാണ് പറയുന്നത്. അത് ചെയ്തത് കുളമങ്ങത്ത് നാരായണൻ നായർ എന്ന അതിപ്രസിദ്ധ അതിസാഹസികനായിരുന്ന ഒരു മദ്ദളവാദകനുണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ തലമുറയിൽ. അദ്ദേഹവും തിച്ചൂർ മണിയൻ പണിക്കർ എന്ന് പേരുകേട്ട വേറൊരു മദ്ദളവാദകനും. ഇവർ രണ്ടുപേരുമാണ് പഞ്ചവാദ്യത്തിലേക്ക് ശിവേട്ടനെ നയിച്ചത്. പിന്നീട് അദ്ദേഹം പഞ്ചവാദ്യത്തിലാണ് അധികവും ശ്രദ്ധിച്ചത് എന്ന് വെച്ച് കഥകളിക്ക് വായിക്കാതിരുന്നിട്ടില്ല. ധാരാളം കഥകളികൾക്ക് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ശരിക്കും മദ്ദളം പ്രധാനമായും ഉപയോഗിച്ചു വരുന്ന മേഖലകളിലെല്ലാം ശിവേട്ടൻ ഇന്നും തിളങ്ങി നിൽക്കുകയാണെന്ന് ഓർക്കണം. കേളിയായാലും കഥകളി മദ്ദളമായാലും പഞ്ചവാദ്യമായാലും.
അപ്പോൾ കൂടുതൽ ശ്രദ്ധ ഇക്കാലത്ത് അദ്ദേഹം കൊടുത്തു വരുന്നത് പഞ്ചവാദ്യത്തിനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ, ഈ 11 വയസ്സിലാണ് ഗാന്ധി സേവാ സംഘം എന്ന് പറഞ്ഞു. അതിൻ്റെ പഠിത്ത ശേഷം ഒരു 15-16 വയസ്സ് മുതൽ കേരളത്തിലുള്ള അന്നത്തെ പ്രഗത്ഭരുടെ കൂടെ കേളിയും കഥകളിയും പഞ്ചവാദ്യത്തിലുമെല്ലാം പങ്കെടുത്തിട്ടുള്ള ഒരു പരിചയമാണ് ശിവേട്ടനുള്ളത്. അദ്ദേഹം 17-ാമത്തെ വയസ്സിൽ തൃശ്ശൂർ പൂരത്തിൽ ഒരറ്റത്ത് നിന്ന് കുട്ടി തുടങ്ങി. പക്ഷേ ഉണ്ടായ ഒരു വ്യത്യാസം, തിച്ചൂർ മണിയൻ പണിക്കരാണ് അന്ന് അവിടെ മദ്ദളത്തിൽ പ്രധാനിയായിട്ട് നിന്നതെങ്കിൽ സുവർണമുദ്ര ആദ്യത്തെ വർഷം തന്നെ തിരുവമ്പാടിയിൽ നിന്നും കിട്ടി എന്നുള്ളൊരു വിശേഷത കൂടി ഇദ്ദേഹത്തിൻ്റെ ആ ആദ്യത്തെ പൂരത്തിൽ പങ്കെടുത്ത ആ ചടങ്ങിലുണ്ടായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ധാരാളം വർഷം അവിടെ മഠത്തിൽ വരവിന് കൂട്ടുകയും പിന്നീട് പാറമേക്കാവിലേക്ക് മാറി അവിടെ പ്രമാണിയായി. പിന്നീട് പാറമേക്കാവിൽ നിന്നും മാറി ഇപ്പോൾ വീണ്ടും തിരുവമ്പാടിയുടെ പ്രമാണിയായി. 2 പ്രധാന ദേവീപൂരങ്ങളുടെയും മദ്ദളവാദക പ്രമാണിയാകാനുള്ള അസുലഭ ഭാഗ്യം കിട്ടിയ മഹാനായ ഒരു കലാകാരനാണ് തൃപ്പളശ്ശേരി ശിവൻ. ഇനി പഞ്ചവാദ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രധാനമായിട്ട് 3 ത്രയങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ഈ പ്രദേശം കൂടി ഉൾപ്പെടുന്ന അന്നമതരത്രയം ആദ്യത്തേത്, ഉണ്ടായ പഞ്ചവാദ്യത്തെ പ്രചരിപ്പിച്ച കൂടൂർ ത്രയം രണ്ടാമത്തത്, അടുത്ത തലമുറയിൽപ്പെട്ട പല്ലാവൂർ ത്രയം മൂന്നാമത്തത്. ഈ 3 ത്രയങ്ങളുടെയും കൂടെ പഞ്ചവാദ്യം കൊട്ടാനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇന്ന് എന്നോട് പങ്കുവച്ചൊരു കാര്യം, ഇന്ന് നമ്മൾ ഏത് കലാകാരൻ്റെ പേരിലാണോ ഈ ചടങ്ങ് നടത്തുന്നത്, ആ കൂടൂർ നാരായണമാരാരുടെ കണക്കുകൾ അത്ര കണ്ട് കൃത്യമാണ് എന്ന് എന്നോട് ഇന്ന് അദ്ദേഹം പങ്കുവച്ചു. കാരണം ധാരാളം വേദികൾ അദ്ദേഹം കൂടൂർ നാരായണമാരാരുടെ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഒരു പക്ഷേ ആകർഷിച്ചിട്ടുണ്ടാവുക പല്ലാവൂർ ത്രയത്തിൻ്റെ കൂടെ കൂട്ടിയ ഒരു കാലമാണ്. കാരണം മദ്ദളത്തിൽ നമുക്ക് ലാസ്യാത്മകവുമായും മേളാത്മകവുമായും കൊട്ടാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ വാദ്യത്തിന്. പല വാദ്യങ്ങൾക്കും ചർമ്മവാദ്യങ്ങൾക്കും അതില്ല കേരളത്തിലെ. പക്ഷേ മദ്ദളത്തിനെ സംബന്ധിച്ചോളം ഈ 2 തരത്തിലും കൊട്ടാം. അതുകൊണ്ട് തന്നെയാണ് കഥകളിയിൽ ഈ മദ്ദളം ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ലാസ്യം വരുമ്പോൾ കൊട്ടുക എന്നുള്ളൊരു ധർമ്മം. പഞ്ചവാദ്യത്തിൽ ഒരു പക്ഷേ ഈ ലാസ്യാത്മകത കൂടുതൽ കൊണ്ടുവന്നത് പല്ലാവൂരുകാരായിരുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ചാൽ അവരുടെ കൂടെ കൊട്ടിയ ആ ഒരു കാലത്തെപ്പറ്റി ആണ് എപ്പോഴും പൊക്കി പറയുക അദ്ദേഹം. എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് അന്ന് കൊട്ടിയ ലാസ്യവും മേളവും ഒന്നിച്ച് കാണാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളതാണ്. ഇനി അദ്ദേഹം 1982 കലാമണ്ഡലത്തിലെ അധ്യാപകനായി ചേർന്നു. 2003 അവിടെ നിന്ന് വിരമിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ഉണ്ടാക്കിയെടുത്ത ശിഷ്യന്മാരാണ് ഇന്ന് കേരളത്തിലെ പ്രമുഖരായ ഒട്ടുമിക്ക മദ്ദളവാദകരും എന്നുള്ളതും അദ്ദേഹത്തിന് എത്ര കണ്ട് സന്തോഷമാണെന്ന് എന്ന് നോക്കുക. റിട്ടയർ ചെയ്തിട്ടും പഠിപ്പിക്കൽ നിർത്തിയില്ല. അദ്ദേഹം വിദ്യാഗണപതി ഭവൻ എന്ന പേരിൽ ഒരു ഗുരുകുലം തുടങ്ങുകയും ചെറുപ്പളശ്ശേരിയിൽ അവിടെ ധാരാളം വിദ്യാർത്ഥികൾ വന്ന് ഗുരുകുല സമ്പ്രദായത്തിൽ അഭ്യസിക്കുകയും കലാമണ്ഡലത്തിൽ അഭ്യസിച്ച അല്ലെങ്കിൽ സദനത്തിൽ അഭ്യസിച്ച കുട്ടികൾ തന്നെയാണ് വീണ്ടും പഞ്ചവാദ്യത്തിലേക്ക് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഈ ഗണപതി വിദ്യാഭവനിൽ ചേർന്ന് പഠിച്ച് ഗുരുകുല സമ്പ്രദായത്തിൽ 7, 8, 9 വർഷം പഠിച്ച് ഇറങ്ങിയത്. അവരൊക്കെയാണ് ഇന്ന് കേരളത്തിലെ പ്രധാന പഞ്ചവാദ്യങ്ങളിലെല്ലാം പങ്കെടുത്തു വരുന്ന മദ്ദളവാദകർ. അവരെല്ലാം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ശിവേട്ടൻ്റെ പല ചേഷ്ടകളും കൊട്ടുകളും എല്ലാം അവരിൽ നിന്ന് നമ്മൾ കാണും. ഇതെല്ലാം ഇദ്ദേഹം പകർന്നു കൊടുത്തിട്ടുള്ള ആ വിശേഷ കാര്യങ്ങളാണ്. ഇനി ഇദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികളെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ പല്ലാവൂർ പുരസ്കാരമാണ്. 2014 അദ്ദേഹത്തിന് ആ പുരസ്കാരം കിട്ടി. വീരശൃംഖല ജേതാവാണ്. കേരള കലാമണ്ഡലം അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൻ്റെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിലെല്ലാം കൂടുതൽ ധാരാളം സുവർണമുദ്രകളും ബഹുമതികളും നേടിയിട്ടുള്ള ഒരു മാന്യ കലാകാരനാണ് ശ്രീ തൃപ്പളശ്ശേരി ശിവൻ. ഇദ്ദേഹത്തിൻ്റെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് ശിവകാലം എന്ന ഒരു പുസ്തക പ്രസാധനം ഉണ്ടായിട്ടുണ്ട്. KB രാജാനന്ദാണ് അത് എഴുതിയത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് വിജയകുമാരി. 2 മക്കളാണ്, രോഹിണി, ഹരിഹരൻ. ഹരിഹരൻ എന്ന് പറയുന്ന മകൻ ഇന്ന് കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു യുവ മദ്ദളവാദകനാണ്. കഥകളിയിലും കേളിയിലും
പഞ്ചവാദ്യത്തിലുമെല്ലാം. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനുമാണ്, കലാമണ്ഡലത്തിൽ അഭ്യസിച്ചിട്ടുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒന്ന് രണ്ട് വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സാധാരണ മദ്ദളവാദകരിൽ നിന്നും ഒരു പഞ്ചവാദ്യ ആസ്വാദകൻ എന്ന രീതിയിൽ ഞാൻ കാണുന്നത്, ശിവേട്ടനുണ്ടെങ്കിൽ ആ പഞ്ചവാദ്യത്തിനൊരു നിയന്ത്രിതാവുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു നാഥനുണ്ട് എന്നുള്ളതാണ്. മദ്ദള നിരയിൽ ആരും അദ്ദേഹത്തെ വിട്ട് അല്ലെങ്കിൽ കവച്ച് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാതെ വേറെ ഒരു ക്രിയകളൊന്നും ചെയ്യില്ല. ഇന്ന് നമ്മൾ കാണുന്ന പല പഞ്ചവാദ്യങ്ങളിലെയും ഒരു പ്രശ്നം ഈ ഡിസിപ്ലിൻ ഇല്ലായ്മയാണ്. പ്രത്യേകിച്ച് മദ്ദള നിരയെ പറയാതിരിക്കാൻ പറ്റില്ല. അതിൽ എല്ലാം മാറുന്ന ശിവേട്ടൻ നടുവിലുണ്ടെങ്കിൽ പേടിക്കണ്ട, അത് ഡിസിപ്ലിൻഡ് പഞ്ചവാദ്യമായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇത് തന്നെയാണ് ആസ്വാദകരെന്ന രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനവും. ശിവേട്ടന് എല്ലാ നന്മകളും നേരുന്നു. ഇനിയും ധാരാളം പുരസ്കാരങ്ങൾ കിട്ടട്ടെ. പത്മ പുരസ്കാരങ്ങൾ കിട്ടാൻ തികച്ചും അർഹനാണ് അദ്ദേഹം, പണ്ടേ കിട്ടേണ്ടതാണ്. അദ്ദേഹത്തിന് അതും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നമസ്കാരം. ഏറെ ആഹ്ലാദകരമായ മുഹൂർത്തം. ഉപഹാരം സ്വീകരിക്കാൻ എത്തിച്ചേർന്ന ശ്രീ ചെർപ്പളശ്ശേരി ശിവൻ അവർകളെ ഫൗണ്ടേഷന് വേണ്ടി പൊന്നാട അണിയിച്ചുകൊണ്ട് ഉപഹാരം സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. പൊന്നാട അണിയിക്കുന്നതിനായി ജനറൽ സെക്രട്ടറി MNS നായർ അവർകളെ ക്ഷണിക്കുന്നു. $55,555 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്ന ഈ വർഷത്തെ പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ പുരസ്കാരം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി R. ബിന്ദു അവർകളിൽ നിന്ന് മദ്ദള ചക്രവർത്തി ചെർപ്പളശ്ശേരി ശിവനാശാൻ ഏറ്റുവാങ്ങുന്നു. കീർത്തിപത്രം വായിക്കുന്നതിനായി കൃഷ്ണയ്യർ അവർകളെ ക്ഷണിക്കുന്നു. അത് സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെയും. നാദമധ്യേ സദാ ശിവ. ഭരണനൈപുണ്യവും അനായാസവാദന വൈഭവവും സാധകശേഷിയും കൈയടക്കവും സമന്വയിപ്പിച്ച് ആസ്വാദക മനസ്സുകളിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ ഉത്പതിഷ്ണുവായ കലാകാരൻ. നേതൃഗുണവും വാദന നൈപുണിയും മേധാശക്തിയും പ്രചോദകശക്തിയും സമഞ്ജസമായി സമ്മേളിക്കുന്ന വർത്തമാനകാല മദ്ദള അഗ്രഗാമി. പാരമ്പര്യത്തിലൂന്നി ചിട്ടവിടാതെ നാദപ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആസ്വാദന സംസ്കാരത്തിൻ്റെ നിറപുരുഷൻ. ചിട്ട സൗന്ദര്യം പാലിച്ച് വാദനസബര്യ ഈശ്വര സമർപ്പണമായി കരുതി ഒട്ടനവധി പഠിതാക്കളുടെ വാദന കൈകൾ സുഭദ്രമാക്കിയ രാജഗുരു. അരങ്ങുകളെ അനുഭവമാക്കുന്ന മദ്ദള മുഖശ്രീ. സർഗസമ്പന്നതയാർന്ന ചടുല മനോധർമ്മങ്ങൾ കൊണ്ടും തളിരുപോലെ വിരിയുന്ന താളപ്പെരുക്കങ്ങളാലും നാദവിസ്മയങ്ങൾ ചമയ്ക്കുന്ന കാലനിയന്ത്രണ കലയുടെ ചക്രവർത്തി. പഞ്ചവാദ്യം, മേളപ്പദം, കേളി തുടങ്ങിയ സമസ്ത മേഖലകളിലും നക്ഷത്രശോഭയോടെ തിളങ്ങി നിൽക്കുന്ന വാദകപ്രമാണി. കഥകളി അരങ്ങുകളിൽ ഭാവാഭിനയത്തെ സഹായിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അലൗകികാനുഭൂതി സൃഷ്ടിക്കുന്ന പ്രതിഭാസഞ്ചാരി തുടങ്ങിയ ഗുണവിശേഷങ്ങളുടെ ഉടമയായ ചെർപ്പളശ്ശേരി ശിവൻ എന്ന മദ്ദളവാദക പ്രതിഭയുടെ 7 പതിറ്റാണ്ടുകൾ നീണ്ട വാദ്യസബരിയയുടെ മേന്മകൾ ബഹുമാനിച്ചുകൊണ്ട് ഗുരുശ്രേഷ്ഠ 2021 ബഹുമാന പുരസ്സരം സമർപ്പിക്കുന്നു. കീർത്തിമാൻ ഭവ. പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷനു വേണ്ടി കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി ചെയർമാൻ, MNS നായർ ജനറൽ സെക്രട്ടറി, TP ഏലിയാസ് ട്രഷറർ. സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടുകൂടി മന്ത്രി ഇത് ശിവേട്ടന് കൈമാറുന്നു. ഈ നിറസന്ധ്യയിൽ ഏറ്റവും അനുഗ്രഹീതമായ ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ നാം ഏവരും കൃതാർത്ഥരാണ്. ഇന്നത്തെ ഈ ചടങ്ങിനെ ധന്യമാക്കി തീർത്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി R. ബിന്ദു അവർകളെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ഫൗണ്ടേഷൻ ചെയർമാൻ
ബ്രഹ്മശ്രീ കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി അവർ. വളരെ നന്ദി. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ജനറൽ സെക്രട്ടറി ശ്രീ MNS നായർ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരെ, പത്മഭൂഷൺ കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനത്തെ സംബന്ധിച്ച ഒരു ലഘു വിശദീകരണമാണ് ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2013 ഫൗണ്ടേഷൻ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തത്. ഫൗണ്ടേഷൻ്റെ അന്തിമമായ ലക്ഷ്യം വാദ്യകലകളെ, വിശേഷിച്ച് പഞ്ചവാദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അതിൻ്റെ ഒരു ഉയർന്ന രൂപം ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നത്തിൽ ഇപ്പോഴും ഉള്ളത് കേരള കലാമണ്ഡലത്തിനും വൈക്കം കലാപീഠത്തിനും സമാനമായ ഒരു കലാകേന്ദ്രം ഈ രണ്ട് കേന്ദ്രങ്ങളുടെയും മധ്യമായിട്ടുള്ള സ്ഥലമായിട്ടുള്ള കൊരട്ടിയിൽ സ്ഥാപിക്കണം. ആ രീതിയിൽ പഞ്ചവാദ്യത്തിന് മാത്രമല്ല മറ്റ് എല്ലാ വാദ്യങ്ങൾക്കും സംഗീതത്തിനും എല്ലാം പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അവിടെ എല്ലാ വാദ്യങ്ങൾക്കും കഴിയാവുന്നത്ര പരിശീലനം നൽകി ഈ കലകളെയെല്ലാം പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് അന്തിമ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എപ്പോൾ എത്താൻ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. എന്നാലും ഇപ്പോൾ ഫൗണ്ടേഷൻ സ്വന്തമായിട്ടൊരു ആസ്ഥാനം നിർമ്മിക്കുന്നതിനായിട്ട് കുറച്ച് സ്ഥലം, ചെറിയ തോതിലാണ്, 10 സെൻറ്റ് സ്ഥലം ഫൗണ്ടേഷൻ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കും. അത് പട്ടയത്തിൻ്റെ സാങ്കേതിക തടസ്സം കൊണ്ട് മാത്രം നീണ്ടുപോകുന്നതാണ്. ഈ ആഴ്ച ലഭിക്കുമെന്ന് പറയുന്നു. ലഭിച്ചാൽ ഉടനെ രജിസ്ട്രേഷൻ നടക്കുന്നതാണ്. ഫൗണ്ടേഷൻ്റെ ഇതുവരെയുള്ള ഒരു പ്രവർത്തനത്തിൽ ഈ 2013 രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 2013 തന്നെ ഓഗസ്റ്റിൽ കുഴൂരാശാൻ്റെ അനുസ്മരണം, ഓഗസ്റ്റ് 11 അദ്ദേഹം 2011 ഓഗസ്റ്റ് 11 അദ്ദേഹം ദിവംഗതനായത്. ആ ദിവസമാണ് കുഴൂർ അനുസ്മരണ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. 2013 കരോട്ടെടുത്ത് നാരായണമാരാർ എന്ന ആൾക്കാണ് ആദ്യമായി ഒരു ഉപഹാരം കൊടുത്തത്. അതെല്ലാം ചെറിയ തോതിലായിരുന്നു. 2014 ചാലക്കുടി നമ്പീശൻ എന്ന് പറഞ്ഞ മദ്ദളവാദകന് കൊടുത്തു. എന്നാൽ 2015 മുതലാണ് ഫൗണ്ടേഷൻ ഒരു സ്ഥിര പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഈ പുരസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാദ്യകലാകാരന്മാർക്ക് കേരള സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉയർന്ന പുരസ്കാരം പല്ലാവൂർ പുരസ്കാരമാണ്. പല്ലാവൂർ പുരസ്കാരം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ്. അത് കഴിഞ്ഞാൽ വാദ്യകലാകാരന്മാരെ ഏറ്റവും ആകർഷിക്കുന്നതും അവരെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാണുന്നതുമായിട്ടുള്ള പുരസ്കാരമാണ് കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ കുഴൂരാശാൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരം. 55,555 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ പുരസ്കാരം 2015 ശ്രീ അന്നമനട പരമേശ്വരന്മാരാർക്ക്, 2016 ശ്രീ തൃക്കൂർ രാജൻ, 17 ശ്രീ പല്ലാവൂർ അപ്പുമാരാർ, 18 രാഘവ പിഷാരടി, 19 ചോറ്റാനിക്കര വിജയന്മാരാർ, 20 നൽകേണ്ട പുരസ്കാരമാണ് ഈ കോവിഡ് തുടങ്ങിയുള്ള കാരണങ്ങളാൽ വൈകി ഇപ്പോൾ അത് 22 എത്തിയത്. ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ കീഴിൽ നടക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങളിൽ പറഞ്ഞതുപോലെ പഞ്ചവാദ്യത്തെ സംബന്ധിച്ച് വളരെ സൗജന്യമായി തന്നെ ജാതി മത ലിംഗ വിവേചനമില്ലാതെ ആർക്കും താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ പരിശീലനം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള 3 ബാച്ച് കുട്ടികളുടെ അരങ്ങേറ്റം ഇതിനകം കഴിഞ്ഞു. ഇപ്പോൾ പഞ്ചവാദ്യത്തെ സംബന്ധിച്ച് ഫൗണ്ടേഷന് പഞ്ചവാദ്യത്തിൽ ഒരു സംഘമുണ്ട് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ആ രംഗം വികസിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് മേഖലകളിലേക്ക് ഉദ്ദേശിച്ച മാതിരി പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല.
അത് വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുള്ള പരിശീലന കളരികൾ ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ വാദ്യ ഉപാസനയെ സംബന്ധിച്ച് ഈ പരിപാടി നടക്കുന്നത് ശരിക്ക് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സഹകരണത്തോടെ നടക്കുന്ന വാദ്യോപാസന പരിപാടിയാണ്. ഇത് സാധാരണഗതിക്ക് ഈ NGO സംഘടനകൾക്ക് മാത്രമാണ് ഇത്തരം ഫണ്ട് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൽ നിന്ന് അനുവദിക്കുന്നത്. അതും ഈ സംഘടന രൂപീകരിച്ച് 3 വർഷത്തിന് ശേഷം മാത്രമേ അത്തരം ഫണ്ടിന് അർഹതയുള്ളൂ. അങ്ങനെ 3 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫണ്ടിന് വേണ്ടി അപേക്ഷിച്ചു. ആദ്യത്തെ വർഷം നമുക്ക് 17-ലാണ് കിട്ടിയത്. 3 ലക്ഷം രൂപ ആണ് അത് അനുവദിച്ചു തന്നത്. 18-ൽ 1 ലക്ഷം രൂപയാണ് അനുവദിച്ചു തന്നത്. 19-20 കിട്ടിയില്ല. അപ്പോൾ 20-ൽ കിട്ടിയ ഫണ്ടാണ് ഇപ്പോൾ 21-ൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം ഈ കോവിഡ് മാനദണ്ഡം തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ നമ്മൾ കൊടുക്കണ അപേക്ഷ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് ഈ ഫണ്ട് അനുവദിച്ചു വരുന്നത്. അതുകൊണ്ട് എപ്പോൾ കിട്ടും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ മീറ്റിങ്ങും കഴിയുമ്പോൾ അതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരുടെ വെബ്സൈറ്റിൽ നോക്കി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഏതായാലും ഫൗണ്ടേഷൻ സംബന്ധിച്ച് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് ഇനി ഇവിടെ വിശദീകരിക്കേണ്ട കാര്യം ഇപ്പം ഇല്ല. കാരണം ഇതിലെത്തിയിട്ടുള്ള പലർക്കും പോകാൻ തിരക്കുള്ളവരാണ്. അതുകൊണ്ട് ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി നമുക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഡേവിസ് മാസ്റ്ററെ സാദരം ക്ഷണിക്കുന്നു. പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ വാദ്യോപാസന 2021 ഇവിടെ ഈ വർഷം കഴിഞ്ഞ 2020 വർഷത്തിൽ സമ്മാനിതനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട ആദരണീയനായ ചെർപ്പുളശ്ശേരി ശിവനാശാൻ, ഞാൻ ഒരു പ്രസംഗത്തിനുള്ള സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. കുഴൂർ നാരായണന്മാരാർ താമസിച്ചിരുന്ന കുഴൂർ പഞ്ചായത്തും 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഞാൻ താമസിക്കുന്ന പൊയ്യ പഞ്ചായത്ത്. ആ പ്രദേശങ്ങൾ തമ്മിൽ അത്രയേ അകലമുള്ളൂ. പക്ഷേ കുഴൂർ നാരായണന്മാരാരുടെ വാദ്യകലയും ഞാനുമായി ഒരുപാട് അകലമുണ്ട്. ഈ സമ്പന്നമായ വേദിയിൽ ഇവരെപ്പറ്റിയും ഇവരുടെ കലാസബരിയെപ്പറ്റിയും നാദവിസ്മയങ്ങളെപ്പറ്റിയും എല്ലാം തന്നെ കേൾക്കാനാണ് എനിക്കിഷ്ടം. സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ കുഴൂർ നാരായണന്മാരാരെ ആദരിക്കുന്നത് ഭൂതകാലത്തെ ആദരിക്കുന്നതിനും അനുസ്മരിക്കുന്നതിനും തുല്യമാണ്. ചെർപ്പുളശ്ശേരി ശിവനാശാനെ ആദരിക്കുമ്പോൾ ഭൂതകാലത്തിൽ നിന്ന് നാം വർത്തമാനകാലത്തിലേക്കെത്തി ഭൂതവർത്തമാനങ്ങളെ ഒരുമിച്ച് ആദരിക്കുകയാണ്. ഭൂതവർത്തമാനങ്ങളിൽ നിന്ന് ഭാവിയിലേക്ക് ഈ കലയെ, വാദ്യകലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള കടമയാണ് ഞാനടക്കമുള്ള എളിയ ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും എല്ലാം ഉള്ളത്. ധന്യമായ അഭിമാനകരമായ ഈ മുഹൂർത്തത്തിൽ ഈ വേദിയിൽ ഒരിടം തന്ന് എന്നെ കൂടി ആദരിക്കുകയാണ് ഇതിലെ സംഘാടകർ ചെയ്തത് എന്ന് ഞാൻ കരുതുന്നു. ആ അഭിമാന നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ അവസരം ഉണ്ടായതിന് എൻ്റെ സ്വന്തം പേരിലും
ഞാൻ പ്രതിനിധീകരിക്കുന്ന തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലും എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചെർപ്പുളശ്ശേരി ശിവനാശാന് ഇനിയും ഒരുപാട് മേഖലകളിലേക്ക് നേട്ടങ്ങളിലൂടെ നടന്നു പോകാൻ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന കൊടുമുടി ആനമുടിയും കടന്ന് ഹിമാലയത്തിൻ്റെ നെറുകയിലെ എവറസ്റ്റുകളുടെ മേലെ എവറസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവിടെയും കീഴടക്കാൻ ഇദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പൂർണ്ണസമയം ഇവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ ഇരിക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് ക്ഷമം ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഡേവിസ് മാസ്റ്റർ. മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രശസ്ത കലാനിരൂപകൻ ശ്രീ വി കലാധരൻ അവർകളാണ്. സാറിനെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വേദിയിൽ ഇരിക്കുന്ന സർവാദരണീയനായ ശ്രീ ചെർപ്പളശ്ശേരി ശിവൻ, വേദിയിലെ മറ്റ് പ്രമുഖരെ, പ്രിയമുള്ളവരെ, ഒരു 1.5 പതിറ്റാണ്ട് മുൻപ് ഞാൻ പെരുവനത്ത് വെച്ച് നടന്ന ഒരു വാദ്യകലാസമ്മേളനത്തിൽ ഒരഭിപ്രായം പറഞ്ഞു. അത് ഇനി വരുന്ന കാലം സാഹിത്യാശ്രിതമായ കലകളേക്കാൾ കേരളത്തിൽ കൊട്ടുകച്ചേരികൾക്കായിരിക്കും എന്നതായിരുന്നു എൻ്റെ അഭിപ്രായം. മേളവും പഞ്ചവാദ്യവും തായമ്പകയും കേരളത്തിൻ്റെ കലാസാംസ്കാരിക ഭൂമികയിൽ പെരുകുന്നതിൻ്റെ ഒരു ചിത്രം ഞാൻ അക്കാലത്ത് തന്നെ മുൻകൂട്ടി കണ്ടു. സാഹിത്യം ക്ഷീണിക്കുന്നതോടുകൂടി സാഹിത്യത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന കലകൾ, അത് കഥകളിയായാലും കൂടിയാട്ടമായാലും മോഹിനിയാട്ടമായാലും, അവയുടെ പുരോഗമനം എന്നത്, അഭിവൃദ്ധി എന്നത് കുറയാനുള്ള സാധ്യത കൂടി വരികയാണ് എന്ന ഒരു ഭീതി ആ വേദിയിൽ വെച്ച് ഞാൻ പങ്കിട്ടു. അതേസമയം ഭാഷയുടെ അവലംബം, സാഹിത്യത്തിൻ്റെ അവലംബം ഇല്ലാത്ത സാർവജനീന സാർവലൗകിക സ്വഭാവം കൂടുതലുള്ള മേളവും പഞ്ചവാദ്യവും തായമ്പകയും നമ്മുടെ ജനപദങ്ങളെ കൂടുതൽ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു എന്നതായിരുന്നു എൻ്റെ ഒരു നിരീക്ഷണം. ആ സമയത്ത് തന്നെ വേദിയിലുണ്ടായിരുന്ന KPC നാരായണ ഭട്ടതിരിപ്പാട് എന്നോട് പറഞ്ഞു, എനിക്കൊന്നുകൂടി ഒന്ന് ആലോചിക്കണം. പിന്നീട് ഒരവസരത്തിൽ ഞങ്ങൾക്ക് ഈ കാര്യം സംസാരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ അന്ന് നടത്തിയ ആ നിരീക്ഷണം പല നിലയ്ക്കും ശരിയാവുകയാണോ എന്നതാണ്. കാരണം നമ്മുടെ വാദ്യകലാ സംസ്കൃതിക്ക് കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള അത്ഭുതകരമായ അഭിവൃദ്ധി, അതിൻ്റെ പ്രചാരം, നമ്മൾക്ക് മേളത്തിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും തായമ്പകയുടെയും ഭാഷ അറിയാനുള്ള ജിജ്ഞാസ, അന്നോളം ഇത് സാമാന്യമായി ആസ്വദിച്ചിരുന്നവർ മേളത്തിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും തായമ്പകയുടെയും ഭാഷ സാമാന്യമായ രീതിയിൽ മാത്രം ഉൾക്കൊണ്ടിരുന്നവർ, താളത്തിൻ്റെ ത്വരിതവേഗത്തിൽ സ്വയം മറന്ന് അഭിരമിക്കുന്നതിലപ്പുറം എന്താണ് ഈ വാദ്യകലാകാരൻ അരങ്ങിൽ ചെയ്യുന്നത് എന്ന് നിഷ്കർഷയോടെ അപഗ്രഥിക്കുന്ന ഒരു സംസ്കാരം ഈ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ
കേരളത്തിൽ, വിശേഷിച്ച് മധ്യ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ പഞ്ചവാദ്യം കേൾക്കുക മാത്രമല്ല, അതിൻ്റെ ഭാഷയെ, അതിലെ മദ്ദളത്തിൻ്റെയും തിമിലയുടെയും കൊമ്പിൻ്റെയും ഇടയ്ക്കയുടെയും വിന്യാസ വിശേഷങ്ങളെ തലനാരിഴ കീറി അപഗ്രഥിക്കുന്ന ഒരു ജ്ഞാന സംസ്കാരം നമ്മുടെ വാദ്യകലാ ലോകത്ത് വളർന്നു വരുന്നു എന്നത് നിസ്സാരമായ ഒരു സംഗതിയല്ല. മുൻപ് കൂടിയാട്ടത്തെ സംബന്ധിച്ചും കഥകളിയെ സംബന്ധിച്ചും മോഹിനിയാട്ടത്തെ സംബന്ധിച്ചുമൊക്കെ ഉണ്ടായിരുന്ന അത്തരത്തിലൊരു സംസ്കാരത്തെ സമാന്തരമായി നമ്മുടെ വാദ്യകലകൾ പുനഃസൃഷ്ടിക്കുകയാണോ എന്ന് തോന്നും. ഈ ഒരു കാലയളവിലാണ് വാസ്തവത്തിൽ കുഴൂർ നാരായണമാരാരും അല്ലെങ്കിൽ കുഴൂർ ത്രയം, പലാവൂർ ത്രയം, അന്നമനടത്രയം, വിഖ്യാതരായ ഈ കലാകാരന്മാർ ജീവിച്ചിരിക്കേണ്ടിയിരുന്നതും സോത്സാഹം പ്രവർത്തിക്കേണ്ടിയിരുന്നതും എന്നെനിക്ക് തോന്നുന്നു. കാരണം അവർ കൊട്ടുന്നതിൻ്റെ, അവരുടെ വാദ്യപ്രയോഗത്തിൻ്റെ വ്യാകരണവും ലാവണ്യവും സൂക്ഷ്മമായി തിരിച്ചറിയാൻ ജിജ്ഞാസ കാണിക്കുന്ന ആസ്വാദകരുടെ ഒരു തലമുറ ഇന്ന് വളരെ കൂടുതലും അവർ ജീവിച്ചിരുന്ന കാലത്ത് വളരെ കുറവുമായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതേസമയം നമുക്കറിയാം, പഞ്ചവാദ്യം പോലെ ഒരു കല ഒരു സംഘസത്തയുടെയും വ്യക്തിപ്രതിഭയുടെയും സങ്കലനമായ ഒരു കല, കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും വ്യക്തിഗത വാസനയുടെയും പ്രകാശനങ്ങൾ സമഗ്രമാവുന്ന ഒരു കല. ഈ കലയിൽ പ്രവർത്തിക്കുന്നവർ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മത്സരത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന ഒരു ഭയവും ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. കാരണം ഓരോ കലാകാരനും താൻ ഇവിടെയുണ്ട് എന്നറിയിക്കാനുള്ളൊരു വ്യഗ്രത മുൻകാലങ്ങളെ അപേക്ഷിച്ച് സമകാലിക കലാസംസ്കാരത്തിൽ വളരെ വളരെ കൂടി വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ വരുമ്പോൾ കുഴൂർ നാരായണമാരാരെ പോലെയുള്ള ഒരു പ്രമാണി, അന്നമനട അച്യുതമാരാരെ പോലെയുള്ള ഒരു പ്രമാണി, പലാവൂരപ്പുമാരാരെ പോലെ, കുഞ്ഞുകുട്ടന്മാരാരെ പോലെ, മണിയന്മാരാരെ പോലെയുള്ള പ്രമാണിമാർ, അങ്ങനെയുള്ള പ്രമാണിമാർക്ക് നമ്മുടെ വാദ്യകലകളിൽ ഇടം കുറഞ്ഞു വരികയാണോ? അവരുടെ പ്രാമാണ്യം കാണക്കാണ് ശോഷിച്ചു വരികയാണോ? അവർ പറഞ്ഞാൽ നിൽക്കാത്ത തരത്തിലേക്ക് ഈ കലയിൽ പ്രവർത്തിക്കുന്നവർ കൊട്ടിക്കയറുകയാണോ? ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങളും സമകാലികമായ വാദ്യകലാ സംസ്കൃതി ഉയർത്തുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പം നേരത്തെ തന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ചെർപ്പളശ്ശേരി ശിവനൊക്കെ പറഞ്ഞതുപോലെ ഈ കുഴൂർ നാരായണമാരുടെയൊക്കെ കൊട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാരി വലിച്ചൊരു കൊട്ടില്ല, അധികമാവില്ല. മിതത്വത്തിൻ്റെ സൗന്ദര്യമായി തൻ്റെ കൊട്ടിനെ നിലനിർത്താനും പ്രമാണം നിഷ്കർഷിക്കുന്ന ഒരു മുറുക്കം പഞ്ചവാദ്യത്തിൻ്റെ അവസാനം വരെ സൂക്ഷിക്കാനും ആ രീതിയിൽ അതിനെ കൊണ്ടു നടത്താനും ഉള്ള വൈഭവം, ആത്മവിശ്വാസം, പ്രതിഭാവിലാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അത്യധികമായ ഒരു സാധകം അദ്ദേഹത്തിനുണ്ടായിരുന്നതായി ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെയധികം അരങ്ങുകൾ കേട്ടിട്ടില്ല. എങ്കിൽ പോലും ഞാൻ കേട്ട അരങ്ങുകളിൽ
പല പ്രധാന പൂരങ്ങളിലും അദ്ദേഹത്തിനെ കാണാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കേട്ടില്ല. അദ്ദേഹം പങ്കെടുത്ത പല പൂരങ്ങളിലും എനിക്ക് പോവാൻ സാധിക്കാത്തത് കൊണ്ടും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ഞാൻ കേട്ട അരങ്ങുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ സൗഖ്യം കൂടുക ത്രിപടവട്ടത്തിലാണ്. ത്രിപടവട്ടത്തിൽ അദ്ദേഹം കൊട്ടുന്നതിൻ്റെ രമ്യത, സൗഖ്യം എന്നത് അതുപോലും ഒരു ധൂർത്തിലേക്ക് പോവാതിരിക്കാൻ അദ്ദേഹം ഏത് കാലത്തും ശ്രമിച്ചിരുന്നു. സംയമനം എന്നത് താൻ ചെയ്യുന്ന വാദ്യത്തിൽ താൻ എന്ത് ചെയ്യുന്നുവോ അതെന്താണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ സാധ്യതകളെ ഒരു നിലയ്ക്ക് തന്നാൽ കഴിയുന്ന വിധം പരമാവധിയാക്കുമ്പോൾ പോലും ഒന്നും പാഴ്ചിലവാവരുത്, ഒന്നും ഒരു ധൂർത്തിലേക്ക് പോകരുത്, ആർഭാടം എന്നത് തൻ്റെ കൊട്ടിലരുത് എന്നൊരു നിഷ്കർഷ കുഴൂർ നാരായണമാരാർ സൂക്ഷിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. കുഴൂർ കുട്ടപ്പമാരാരെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ധാർഷ്ട്യം. അദ്ദേഹം പറയും, എൻ്റെ ഈ തിമിലയിൽ നിന്ന് വരുന്ന ശബ്ദം അതേ സാന്ദ്രതയിൽ കേൾപ്പിക്കാൻ മറ്റൊരു തിമിലക്കാരനുണ്ടെങ്കിൽ ഈ തിമില ഞാൻ അയാൾക്ക് കൊടുക്കാമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തൊരിക്കലും മറ്റൊരു തിമിലക്കാരൻ അങ്ങനെ കടന്നു വന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ടില്ല. ആ രീതിയിലുള്ള ഒരു പ്രഭാവമായിരുന്നില്ല കുഴൂർ നാരായണമാരാരുടേത് എന്ന് നമുക്കറിയാം. അദ്ദേഹം സാമാന്യ നിലയ്ക്ക് വളരെ വിനയവാനാണ്. പഞ്ചവാദ്യത്തിന് നിന്നാൽ പ്രമാണിക്ക് വേണ്ട ഗുണങ്ങളെല്ലാം കൈയാളുമ്പോഴും അതിൻ്റെ ഒരു ധാർഷ്ട്യം അദ്ദേഹം കാണിച്ചില്ല. അതേസമയം അദ്ദേഹത്തോട് വളരെ നിഗൂഢമായ ഒരു ഭയം, ബഹുമാനം, ഭക്തി കൂടെ കൊട്ടുന്നവരെല്ലാം നിലനിർത്തുന്നതായി ഞാൻ അദ്ദേഹത്തെ അവസാനം കേട്ട ചാലക്കുടി നഗരമധ്യത്തിൽ വെച്ച് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയതിന് ശേഷമുള്ള ഒരു പഞ്ചവാദ്യത്തിലും ഞാനത് അനുഭവിച്ചറിഞ്ഞു. അന്നേക്ക് അദ്ദേഹം ഒരുവിധം നല്ല പ്രായം ആയിക്കഴിഞ്ഞു. എന്നിട്ട് പോലും പഞ്ചവാദ്യത്തിൽ പ്രമാണിയായി നിൽക്കുമ്പോൾ പ്രമാണിയുടെ കർത്തവ്യം വളരെ സൂക്ഷ്മമായി നിർവഹിച്ചുകൊണ്ട്, എന്നാൽ തൻ്റെ മേധാവിത്വം സദസ്സിനെ പ്രകടമായി അറിയിക്കാതെ പഞ്ചവാദ്യത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ആ നൈപുണ്യം, ഇതെല്ലാം ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ പഞ്ചവാദ്യത്തിൽ മദ്ദളത്തിൻ്റെ സ്ഥാനം ഓരോ അരങ്ങിലും കൂടുതൽ കൂടുതൽ പ്രകാശമാനമാക്കിയ ചെർപ്പളശ്ശേരി ശിവന് നൽകിയ ഈ ചടങ്ങിൽ ഇരിക്കുമ്പോൾ, അതിൽ സന്നിഹിതനായപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഓർമ്മകളെല്ലാം കടന്നു വരുന്നുണ്ട്. തീർച്ചയായും വാദ്യകലകളിൽ പത്മബഹുമതികൾ പലർക്കും കിട്ടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷെ അതിൽ തന്നെ പത്മഭൂഷൺ ലഭിക്കാൻ ഭാഗ്യമുണ്ടായ ഒരേ ഒരു കലാകാരൻ കുഴൂർ നാരായണമാരാരായി എന്നുള്ളത്. ഇനിയും വരും കാലങ്ങളിൽ തീർച്ചയായും അതിന് അർഹതയുള്ളവർക്ക് അത് കിട്ടുമായിരിക്കും. എങ്കിലും വളരെ വർഷങ്ങളായി ഈ ഒരു ബഹുമതി ലഭിച്ച ഒരേ ഒരു കലാകാരൻ കുഴൂർ നാരായണമാരാരാണ് എന്ന ആ വൈശിഷ്ട്യം നമ്മുടെ വാദ്യകലാ ചരിത്രത്തിൽ മാറി നിൽക്കുന്നു. അത് പ്രത്യേകമായി നമുക്കിന്നും കാണാനാവുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മുടെ പുതിയ തലമുറ അത് മേളത്തിലായാലും പഞ്ചവാദ്യത്തിലായാലും തായമ്പകയിലായാലും, ഞാൻ തായമ്പകയിലേക്ക് കിടക്കുന്നില്ല, കാരണം തായമ്പകയിൽ അത് വ്യക്തിഗത പ്രതിഭയ്ക്ക് അങ്ങേയറ്റം സാധ്യതകളുള്ള ഒരു കലയായതിനാൽ അതിൽ ഇന്ന് നടക്കുന്ന പ്രതിഭാവിലാസം എന്നൊക്കെ പറയാൻ എനിക്ക് ഒരു വിഷമമുണ്ട്. പലപ്പോഴും അതിക്രമം എന്നൊക്കെ പറയേണ്ടതായിട്ട് വരും. അതിനിന്ന് യാതൊരു കുറവുമില്ല. ഇന്നും ആ
കലാരൂപത്തിൻ്റെ ജൈവികമായ ഘടനാദാർഢ്യം കൊണ്ട് മേളത്തിലും പഞ്ചവാദ്യത്തിലും അതിൻ്റെ കൂട്ടുത്തരവാദിത്വം തീരെ കെട്ടടങ്ങിയിട്ടില്ല. അത് നിലനിൽക്കുന്നിടത്തോളം കാലമാണ് ഈ കലാരൂപങ്ങളുടെ വ്യക്തിത്വം ഏറ്റവും തേജസ്സോടെ നിലകൊള്ളുക. എന്നാണോ പഞ്ചവാദ്യത്തിൻ്റെയും മേളത്തിൻ്റെയും ഒക്കെ ഉടൽക്കെട്ട് വ്യക്തിഗത വാസനയാൽ പൊട്ടിത്തെറിക്കുക, അത് പൊട്ടിത്തകരുക, അന്ന് അതിൻ്റെ വ്യക്തിത്വം ശിഥിലമായി പോവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മുൻകൂട്ടി കണ്ട ദീർഘദർശികളായ ക്രാന്തദർശികളായ വാദ്യകലാകാരന്മാരുടെ മുൻനിരയിൽ നമ്മൾ കാണുന്ന വലിയ വ്യക്തിത്വമായിരുന്നു കുഴൂർ നാരായണ മാരാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കാലത്തിൻ്റെ സ്പന്ദങ്ങൾ അറിഞ്ഞ ഒരു കൊട്ടുകാരനാവുമ്പോഴും സാമൂഹികമായ പല മാറ്റങ്ങളുടെയും കാറ്റിനെ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. പക്ഷേ താൻ ചെയ്യുന്ന കലയെ അങ്ങേയറ്റം ഭക്തിയോടെ ഉപാസിക്കാനും അതിൽ അഴിമതികൾ വരാതെ നോക്കാനും തൻ്റെ ജീവിതം തിമില എന്ന ഈ വാദ്യത്തിനായി സമർപ്പിക്കാനും, വാസ്തവത്തിൽ ഈ തിമിലയുടെ ഒരു സ്വഭാവം തന്നെ അതിന് ആകെ 2 ശബ്ദം വരൂ, താ തോന്ന് 2 ശബ്ദേ അതിൽ വരുള്ളൂ. പക്ഷെ എന്നിട്ടും പഞ്ചവാദ്യത്തിൽ തിമില ഇന്നും പ്രമാണമായി നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ചെർപ്പളശ്ശേരി ശിവനൊക്കെ വന്നതോടുകൂടി ഈ മദ്ദളം തിമിലയുടെ ആ പ്രമാണം എടുത്തു കളയുമെന്ന്. പക്ഷെ ഇന്നും അത് സംഭവിച്ചിട്ടില്ല. മദ്ദളക്കാർ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം പ്രതിഭാശാലികളായ മദ്ദളക്കാരാണ് ഇന്ന് പഞ്ചവാദ്യത്തിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ എണ്ണവും ഗുണവും വെച്ച് നോക്കിയാൽ തിമിലയിൽ അത്ര തന്നെ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. മാത്രമല്ല തിമിലയേക്കാൾ കൂടുതൽ വാദന സാധ്യതകൾ മദ്ദളത്തിൽ പല നിലയ്ക്കുമുള്ളത് കൊണ്ട് അവരൊരു മുന്നേറ്റം നടത്താനുള്ള സാധ്യതയും ഇതിലുണ്ട്. എങ്കിൽ പോലും ഇന്നും തിമിലയുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യം വളരെ അതിമനോഹരമായി അതിൻ്റെ ഘടനാ സൗഷ്ഠവം നിലനിർത്തിക്കൊണ്ട് പുലർന്നു പോരുന്നു. അതിന് കാരണഭൂതരായ പൂർവസൂരികളിൽ കുഴൂർ നാരായണ മാരാരുടെ നിസ്തുലമായ സംഭാവനകൾ ഏത് കാലത്തും സ്മരിക്കപ്പെടേണ്ടതാണ്. അവരായിരിക്കണം അദൃശ്യമായ മാർഗദർശിത്വം നൽകിക്കൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട പഞ്ചവാദ്യ കലാകാരന്മാരെ നയിക്കേണ്ടത്. അവരുടെ ചൈതന്യവും അവരുടെ മാർഗദർശിത്വവും പുതുതലമുറകളെ നേരിൻ്റെ വഴിയിലേക്ക് നയിക്കുമെന്നും അവർ ഈ കലയെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രത്യാശിക്കാം. ഒരിക്കൽ കൂടി ആ മഹാമനീഷിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസകൾ അർപ്പിക്കുന്നതിനായി മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സന്ധ്യ നൈസൻ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അനുഗ്രഹീതനായിട്ടുള്ള ചെറുപ്പളശ്ശേരി ശിവൻചേട്ടൻ, അതേപോലെ തന്നെ ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടനം നിർവഹിച്ച് വേദി വിട്ടൊഴിഞ്ഞ ബഹുമാനിയായിട്ടുള്ള ബിന്ദു ടീച്ചർ, കിട്ടൻ മാഷ് തുടങ്ങി വാർഡ് മെമ്പർ തുടങ്ങി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഴൂർ കലാധരൻ മാരാർ അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നിവിടെ മഹനീയമായിട്ടുള്ള ഈ ചടങ്ങിൽ ചെറുപ്പളശ്ശേരി ശിവൻചേട്ടനോടൊപ്പം വേദി പങ്കിടാനായിട്ട് കഴിഞ്ഞതിലുള്ള സന്തോഷവും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ നന്മകളും പങ്കുവെച്ചുകൊണ്ട് ഈ സായാഹ്നത്തിൽ നല്ലൊരു സായാഹ്നം, നല്ലൊരു സന്ധ്യാ നേരം സമ്മാനിച്ചതിൽ എല്ലാവിധ ആശംസകളും നന്ദിയും മാത്രം പറഞ്ഞുകൊണ്ട്
ഒരുപാട് അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാരെ പുതുതലമുറയെ വളർത്തിയെടുക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന് ഇനിയും ഒത്തിരി വർഷങ്ങൾ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ഇരിക്കുന്നതിനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി വാർഡ് അംഗം ശ്രീമതി മിനി പോളി അവർകളെ സാദരം ക്ഷണിക്കുന്നു. പത്മഭൂഷൺ കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ്റെ ഈ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു അവറുകൾ, അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ പരമേശ്വരൻ നമ്പൂതിരി ചെയർമാൻ അവറുകൾ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ബഹുമാനപ്പെട്ട ശ്രീ ചെറുപ്പുളശ്ശേരി ശിവൻ സാർ, ഏറെ സന്തോഷമുണ്ട് ഈ ധന്യമായ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട്. കലാകാരന്മാരുടെ കൂടെ കുറച്ച് സമയം കഴിയുമ്പോൾ വളരെയധികം മനസ്സിന് സുഖം കിട്ടുന്ന ഒരു പ്രതീതിയാണ് ഇത്തരം വേദികളിൽ നമുക്ക് കിട്ടുന്നത്. വളരെ നേരത്തെ തന്നെ വന്ന് ഇവിടെ അഭ്യസിച്ച പഞ്ചവാദ്യ കലയോട് കുറച്ചു നേരം ഇരുന്നപ്പോൾ മനസ്സിന് വളരെ സുഖം തോന്നിയ ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. ഇത്തരം വേദികളിൽ പങ്കിടുമ്പോൾ ഇത്തരം കലകളെല്ലാം ഇനിയും കൂടുതൽ എല്ലാവരിലും എത്തട്ടെ എന്നും, അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അവസരമാണ് ബഹുമാനപ്പെട്ട ചെറുപ്പുള്ളി ശിവൻചേട്ടൻ്റെ ഈ ധന്യമായ ഒരു അവസരം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് ഗ്രാമിക പ്രസിഡന്റ് ശ്രീ പി കെ കിട്ടൻ അവർകൾ. വേദിയിലുള്ള ഒപ്പം സദസ്സിലുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, പരേതനായ ശ്രീ കുഴൂർ നാരായണമാരാർ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന വാദ്യോപാസന എന്ന പരിപാടി ഗ്രാമികയിൽ സംഘടിപ്പിക്കാൻ സൗമനസ്യം കാണിച്ച ഫൗണ്ടേഷന് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. കുഴൂരാശാന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ ഗ്രാമിക ആദരിച്ചിരുന്നു. അതേ വർഷം തന്നെ കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറൊക്കെയാണ് അന്ന് ഗ്രാമികയുടെ വാർഷികാഘോഷവേളയിൽ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് സ്മൃതി ഫലകവും ഒക്കെ നൽകി ഗ്രാമിക ആദരിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഗ്രാമികയുടെ വേദിയിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു പരിപാടി, ഒപ്പം അദ്ദേഹത്തിൻ്റെ പേരുള്ള പുരസ്കാരം പഞ്ചവാദ്യ രംഗത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ചെറുപ്പുളശ്ശേരി ശിവൻ അവർക്ക് നൽകുന്ന ഒരു ചടങ്ങും ഗ്രാമികയിൽ നടത്താൻ കഴിയുന്നതിൽ വളരെയേറെ സന്തോഷമാണുള്ളത്. ഈ കുഴൂരാശാൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒപ്പം ഈ വാദ്യകലാരംഗത്ത് ഇനിയും ഒരുപാട് പലരും നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ആകാശങ്ങളൊക്കെ തന്നെ കീഴടക്കാൻ കഴിയുന്ന, ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ അംഗീകാരങ്ങൾ ഇതിനകം തന്നെയൊക്കെ ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള, ഇപ്പോൾ കുഴൂരാശാൻ്റെ പേരിലുള്ള ഈ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിനും അർഹനായി തീർന്നിട്ടുള്ള ശ്രീ ചെറുപ്പുളശ്ശേരി ശിവൻ അവരുടെ ഒരു സാന്നിധ്യവും ഈ ഗ്രാമികയുടെ വേദിയിലുണ്ടായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ധന്യമായ ഒരു മുഹൂർത്തമായി ഞങ്ങളതിനെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും തീർച്ചയായും ഇവിടെയും ഗ്രാമികയും വാദ്യകലാരംഗത്ത് ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ, മറ്റ് പല കലാപ്രവർത്തനങ്ങൾക്കൊപ്പം ഇവിടെ വാദ്യകല പഠിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള വളരെ പ്രമുഖരായ പെരുവനംകുട്ടന്മാരും സതീശന്മാരടക്കമുള്ള ഒരുപാട് ആളുകൾ പലപ്പോഴും ഇത്തരം പരിപാടികളിൽ നമ്മുടെ അതിഥികളായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ ഉന്നതനായ ഒരു കലാകാരൻ, വാദ്യകലാരംഗത്തെ കലാകാരൻ
ഈ ഗ്രാമീണയുടെ വേദിയിലെത്തി എന്നുള്ളതും ഈ വേദിയിൽ വെച്ചാണ് അദ്ദേഹം കുടൂരാശാൻ്റെ പേരിലുള്ള പുരസ്കാരം നേടിയത് എന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നല്ല ഒരു വീണ്ടും ഉയർന്ന ഒരു ഭാവിയും ആശംസിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഗ്രാമീണയുടെ പേരിലുള്ള ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസകൾ അർപ്പിക്കുന്നത് ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ അവർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി, ഇന്നത്തെ പുരസ്കാര ജേതാവ് ശ്രീ ചെർപ്പളശ്ശേരി ശിവൻ, കലാനിരൂപകനായ കലാധരൻ, മറ്റ് വേദിയിലെ വിശിഷ്ട അതിഥികളെ, സദസ്സിലുള്ള ബഹുമാന്യരെ, ഇതുപോലെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് കലയെക്കുറിച്ചും വാദ്യകലയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും അതിപ്രഗത്ഭമായ വിധത്തിൽ സംസാരിക്കാൻ കഴിവുള്ളവരുടെ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. ഗ്രാമികയുടെ എളിയ കലാപ്രവർത്തനങ്ങളിൽ ഇതുപോലെ ഒരു ചടങ്ങ് ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ഗ്രാമിയെ അഭിമാനിക്കുന്നു. ഗ്രാമിയ ഇതിനൊരു അവസരം നൽകിയ കൊഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളോട് ഗ്രാമികയുടെ കടപ്പാട് രേഖപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അതുപോലെ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കലാമണ്ഡലം പോലെയുള്ള ഒരു വലിയ സ്ഥാപനം ആയിട്ട് ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം അവരുടെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ എന്ന് ഈ വേദിയിൽ വെച്ച് ആശംസിക്കുക മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ചെയ്യുന്നുള്ളൂ. എല്ലാ ഫൗണ്ടേഷനും മറ്റ് എല്ലാവർക്കും ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്നത്തെ ഈ ദിനത്തിലെ ഏറ്റവും നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള മദ്ദള കുലപതി ശ്രീ ചെർപ്പളശ്ശേരി ശിവൻ ആശാൻ്റെ മറുപടി പ്രസംഗമാണ്. ആ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. സ്റ്റേജിലിരിക്കുന്ന മഹാവ്യക്തികൾക്കും ഇവിടെ കൂടിയ ബഹുജനങ്ങൾക്കും നമസ്കാരം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പുരസ്കാരത്തിനാണ് പ്രാധാന്യം കൊടുത്ത്. ആദ്യ പുരസ്കാരം എനിക്ക് പല്ലവൂർ അപ്പുമാരാരുടെ പുരസ്കാരമാണ്. ഇത് നാരായണമാരാർ പുരസ്കാരം, ഒരു ശ്രേഷ്ഠ പുരസ്കാരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞാനും അദ്ദേഹവും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് എനിക്ക് ബഹുമാനവുമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ കുറേ ഒരു 10-35 കൊല്ലം ഒരുമിച്ച് ഞങ്ങൾക്ക് വേനൽക്കാലത്ത് കൊട്ടുവാൻ സാധിച്ചതിൽ വളരെയേറെ ബഹുമാനവും സ്നേഹവും ഇതുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊട്ടിനെ പറ്റിയിട്ടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇത്ര സംഗീതത്തോടു കൂടി താളത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തി വളരെ ദുർലഭ ആയിട്ടുള്ള ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവർ ത്രിമൂർത്തികൾ 3 ആളും കിഴൂരിൽ നിന്ന് സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലത്തിൽ വാദ്യകല ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തികളായിരുന്നു എന്നുള്ളത് അറിയാം. 3 പേർക്കും 3 വിധത്തിൽ സുബ്രഹ്മണ്യസ്വാമി അനുഗ്രഹിച്ചു എന്ന് പറയണതിൽ തെറ്റില്ല.
കാരണം കുടൂർ കുട്ടപ്പന്മാരാർ അദ്ദേഹത്തിൻ്റെ കൊട്ടിന് ഒരു പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിൻ്റെ തകാരം വീണാൽ വേറൊരു തിമലക്കാരൻ അവിടേക്ക് അടുക്കേണ്ട ആവശ്യമില്ല, അത്ര ഗംഭീരമാണ്. അതേ കൂട്ടത്തിൽ കിഴൂർ നാരായണമാരാർ വന്ന് കൊട്ടുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ സംഗീതാത്മകപരമായ രൂപഭാവം, താളത്തിനോട് ചേർന്നും കൊണ്ടുള്ള പ്രവൃത്തി, ഇത്ര സ്വാദിഷ്ടമായ കൊട്ട് അത് നാരായണമാരാർക്ക് മാത്രമുള്ളതാണ്. അതുപോലെയല്ല കിഴൂർ ചന്ദ്രമാരാർ ആർഭാടപരമായിട്ടുള്ള പ്രവൃത്തി, താളത്തിൽ നിന്ന് വിട്ടും കൊണ്ട് കുറേ ചെയ്യാനുള്ള പ്രവണത, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ. ഈ മൂന്ന് കൂട്ടരും നല്ല സ്റ്റേജിലാണ് കാലാകരണപ്പെട്ടു പോയത് എന്ന് പറയാം. കിഴൂർ നാരായണമാരാർക്ക് പത്മവിഭൂഷണം കൂടിയും കിട്ടി. അത് അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ ഗുണം കൊണ്ടാണ്. ഈ കലകളോ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കോ ഭക്തിയാണ് പ്രധാനം. ഭക്തി കൊണ്ടാണ് ശക്തി ഉണ്ടാവുള്ളൂ, ശക്തി കൊണ്ടാണ് മുക്തി ഉണ്ടാവുള്ളൂ. കാരണം ഇത് ഈ ഇങ്ങനെയുള്ള പ്രവൃത്തി ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്ത് പ്രവൃത്തിയാണെങ്കിലും, രാഷ്ട്രീയമാണെങ്കിലും അതിനോടാണ് ഭക്തി വേണ്ടത്. അതിനോട് ഭക്തി ഇല്ലാതെയാകുമ്പോൾ അത് നമ്മളെ സ്പർശിക്കില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ മനസ്സറിയാതെ ഞാൻ പ്രവർത്തിക്കണം. അപ്പോഴാണ് ജനഹൃദയത്തിലേക്ക് അത് വീശുള്ളൂ. ജീവാത്മാവ് ഈശ്വരനാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് പെരുമാറാൻ നമുക്ക് സാധിക്കുന്നിടത്തോളം കാലം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭക്തി നിൽക്കും. ഇതാരും കാണുന്നില്ല, ഞാൻ കക്കണത് ആരും കാണുന്നില്ല എന്ന് നമ്മൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ ജീവാത്മാവായ ഈശ്വരൻ കാണുന്നുണ്ട് എന്നെങ്കിലും ധരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെയാണ് നമ്മൾ ഈ അവാർഡ് കിട്ടി, എനിക്ക് ആ അവാർഡ് കിട്ടി, ഞാൻ അദ്ദേഹത്തിനെ എന്നും സ്മരിക്കുന്നതിൽ ഒരാളായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥന്മാരിൽ ഗുരുനാഥനെ പോലെ ഒരാളായിട്ടാണ് നാരായണമാരാരെ ഞാൻ കണക്കാക്കിയിട്ടുള്ളത്, പീതാംബരമാരാരെ കണക്കാക്കിയിട്ടുള്ളത്, അച്യുതമാരാരെ കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ കുറേ തിമലക്കാർ, പല്ലാവൂർ അപ്പുമാരാരെ കണക്കാക്കിയിട്ടുള്ളത്, മണിയനെ കണക്കാക്കിയിട്ടുള്ളത്. എൻ്റെ മീതയാണ് അവരൊക്കെ 2 വയസ്സിൽ മീതയാണ്. കുഞ്ഞുകുട്ടൻ 1 വയസ്സ് മീതയാണ്, എന്നെക്കാളിലും 1 വയസ്സ് മീതയാണ്. അവരുടെയൊക്കെ പ്രവൃത്തി ഓരോരോ വിധത്തിൽ ഓരോരോ സമ്പ്രദായത്തിൽ ജനഹൃദയത്തിനെ ഭക്തിയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു. ഇനിയുള്ള ഈ പഞ്ചവാദ്യായാലും തായമ്പകയായാലും കഥകളിയായാലും എന്തായാലും ഇനി അതുപോലുള്ള ആൾക്കാർ കയറി വരുമോ എന്ന് പറയാൻ ഈശ്വരന് മാത്രമേ സാധിക്കുള്ളൂ. നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഒന്നെടുത്ത് മിണങ്ങാൻ പറ്റുന്ന സാധനമല്ല. മദ്ദളം എന്ന് പറയുന്ന സാധനം മദ്ദളമല്ല, മർദ്ദളം, മർദ്ദിച്ച് ചെയ്യുന്ന സാധനം. മർദ്ദിച്ചാലേ അത് ശബ്ദിക്കുള്ളൂ. അത് മർദ്ദിക്കാണ്ട് അങ്ങനെ കൊട്ടുന്ന ആൾക്കാർ കുറേ ഉണ്ട്. നമ്മുടെ ശിഷ്യന്മാരടക്കണ്ട് അത് അത്ര മെല്ലെ മതി, അത്ര മതി എന്ന് നിരീക്കുന്നതുണ്ട്. ഞാനങ്ങനെയല്ല, മർദ്ദിച്ച് ചെയ്യണം. മർദ്ദിച്ച് ചെയ്താലാണ് അതിൽ നിന്ന് നാദം പുറത്തേക്ക് വരുള്ളൂ. ഇത് പോത്തിൻ്റെ തോര, പോത്തടിക്കാണ്ട് നടക്കുമോ? അതേമാതിരിയാണ് ഈ സാധനം. അത് പ്രവർത്തിക്കുമ്പോൾ നല്ലോണം അടിച്ച് ചെയ്താൽ അതിൽ നിന്ന് ശബ്ദം, നല്ല ശബ്ദം, കേൾക്കാൻ പറ്റിയ ശബ്ദം. മൃദംഗം മൃദുലമായി വായിക്കുന്നത് എന്നുണ്ട്. അതിൻ്റെ തോല് വളരെ നൈസാണ്, അപ്പം അത് മെല്ലെ വായിച്ചാൽ മതി. അതുപോലെയല്ല ഈ പോത്തിൻ്റെ തോല്.
പോത്തിൻ്റെ തോല് കനുള്ള തോലാണ്. ചിറ്റിട്ടാൽ തന്നെ അടിച്ചാൽ ആദ്യം കേൾക്കില്ല. ആദ്യം ഒരു തണുപ്പുണ്ടാവും. ആ തണുപ്പ് വിടുന്നത് വരെ നല്ലോണം അടിച്ച് ചെയ്താലാണ് പ്രവൃത്തിയിൽ ഒരു സ്ഥാനത്തെത്തുമ്പോഴേക്ക് ശബ്ദം കേൾക്കുള്ളൂ. അതുപോലെയാണ് ഈ മദ്ദളം. അത്ര എളുപ്പമുള്ളതാണെന്നല്ല. പിന്നെ പോരാത്തത്, ഈ വാദ്യകലയിൽ ഏറ്റവും കനമുള്ള സാധനം മദ്ദളാണ്. 25 കിലോ 26 കിലോ ഉണ്ടാവും ഓരോ മദ്ദളം. 22 മുതൽ 26 വരെ 27 വരെയൊക്കെയുള്ള മദ്ദളങ്ങളുണ്ട്. ഇത്ര കനമുള്ളത് ചെണ്ടയില്ല, തിമരില്ല, അതുപോലുള്ള വാദ്യങ്ങളൊന്നും ഇത്ര കനമില്ല. അപ്പം അതുപോലുള്ള വാദ്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് അരയിലിട്ട് ശീലിക്കണം. മദ്ദളം അരയിലിട്ട് ശീലിക്കണം. അപ്പോഴേ അത് കൊട്ടാര ശരിയാവുള്ളൂ. അതേ കൂട്ടത്തിൽ തിമല കൊട്ടിപ്പോൾ എളുപ്പമാണെന്ന് തോന്നും. എളുപ്പമല്ല. ഈ 2 ശബ്ദം പുറത്തേക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൈ വീണ് തിമല അറിയാൻ പാടില്ല. തിമല അറിയാതെ വീഴണം കൈ, അല്ലെങ്കിൽ തിമല അങ്ങോട്ട് പോവും, കൊട്ടാൻ കിട്ടില്ല. അങ്ങനെയാണ് ഈ തിമല. പ്രയാസമുള്ള സാധനമാണ്. അതിനെ പരിശീലിച്ച് വേണ്ട വിധത്തിൽ എത്രയും ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ദുർലഭമായിട്ട് കുറച്ചേ സഹായിക്കുള്ളൂ. പിന്നെ പാരമ്പര്യമാണ് ഇതിൻ്റെയൊക്കെ മുഖ്യ ഘടകം. ഞാൻ തന്നെ പാരമ്പര്യക്കാരനാണ്. 175 കൊല്ലത്തെ പഴക്കമുണ്ട് എൻ്റെ വീട്ടിൽ മദ്ദളം കൊട്ട്. ഞാൻ കൊട്ടാൻ തുടങ്ങിയിട്ട് 65 കൊല്ലം കഴിഞ്ഞു. 70 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ടെങ്കിലും മുന്നിൽ ഒരു 7 വയസ്സ് മുതലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. കൊട്ടാൻ തുടങ്ങിയത് 10 വയസ്സ് മുതൽ 4 പുറം നടന്ന് കഥകളിക്ക് കൊട്ടാൻ തുടങ്ങി. 15 വയസ്സ് മുതൽ പഞ്ചവാദ്യത്തിനും തുടങ്ങി. പഞ്ചവാദ്യത്തിനും കളിക്കും ഒരുപോലെ പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെ തരായി. എല്ലാം ഈശ്വരാനുഗ്രഹവും ഭക്തി. ആ ഭക്തി കൊണ്ടാണ് നമുക്ക് ഈ ആൾക്കാർ ഇന്നിപ്പോൾ മൺമറഞ്ഞ പ്രധാനപ്പെട്ട ഒരുവിധം ആൾക്കാരുടെയൊക്കെ കൂടെ എനിക്ക് കൊട്ടാൻ തരായി. എൻ്റെ ഒപ്പം അന്നുള്ള മദ്ദളക്കാർക്ക് തരാവാതി വന്നു. കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ട് ഭക്തി ഇല്ല അവർക്ക്. ഭക്തി ഉള്ള ആരൊക്കെ ഇതൊക്കെ എല്ലാ ദിക്കിലും സ്പർശിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഈ നാരായണമാരാരെ പുരസ്കാരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ ബഹുമാനപ്പെട്ട നാരായണമാരാരാണ്. എനിക്ക് എന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പം കൊട്ടുമ്പോൾ എനിക്ക് ഒരാനന്ദം തന്നെ ഉണ്ടാവാറുണ്ട്. ആ ആനന്ദമാണ് ഇപ്പം കിട്ടിയ ശ്രേഷ്ഠ പുരസ്കാരത്തിൻ്റെ പ്രധാന മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷകനായ ശ്രീ വി കലാധരൻ അവർകളെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി ജനറൽ സെക്രട്ടറി ശ്രീ MNS നായർ അവർകളെ ക്ഷണിക്കുന്നു. ഇതോടൊപ്പം ഇത്രയും മനോഹരമായ ഒരു വേദി ഒരുക്കി തന്ന് ഈ പരിപാടിയെ ഏറ്റവും മനോഹരമാക്കി തീർത്ത ഗ്രാമികയുടെ മുഖ്യ സാരഥി കിട്ടൻ മാസ്റ്ററെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി ശ്രീ MNS നായർ അവർകളെ ക്ഷണിക്കുന്നു. നന്ദി പ്രകടനത്തിനായി ശ്രീ മോഹൻദാസ് അവർകളെ. പ്രിയമുള്ളവർ, കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ്റെ കഴിഞ്ഞ 8 കൊല്ലമായി നടന്നു വരുന്ന അനുസ്മരണ സമ്മേളനം ഈ വർഷം കുറേ വിപുലമായ തോതിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കൽ പലപ്പോഴും ആഗസ്റ്റ് 11-ാം തീയതി ആണ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കാറ്. അന്ന് ഗുരുശ്രേഷ്ഠ പുരസ്കാരവും കാലങ്ങളായി കൊടുത്തു വരുന്നു. ഇത്തവണ ഒരു പടി കൂടി കടന്ന് ഏതാണ്ട് 5 സ്ഥലങ്ങളിലാണ്
വാദ്യോപാസന എന്ന പേരിൽ വിവിധ ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട് വിവിധ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അത് ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വികസിതമായൊരു പുതിയ ചുവടുവയ്പ് വച്ചിരിക്കുന്നു എന്നതിൻ്റെ വിളിച്ചോതലാണ്. വലിയ തോതിൽ ഇവിടെ പലരും ആശംസിച്ചതുപോലെ കലാമണ്ഡലത്തിൻ്റെ പോലുള്ള അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെത്തുന്ന രീതിയിലുള്ളൊരു വലിയ വിദ്യാപീഠമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കപ്പെടുകയുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമാണ് സത്യത്തിൽ വിപുലമായ തോതിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വാദ്യോപാസന സംഘടിപ്പിക്കാൻ അതിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇന്ന് ഇതിൻ്റെ ഈ 5 ദിവസം നീണ്ടുനിന്ന ഈ വാദ്യോപാസനയുടെ സമാപന ദിവസമാണിന്ന്. ഇവിടെ കൃതജ്ഞത പറയുകയാണ്. കൃതജ്ഞത പറയുമ്പോൾ ഏറ്റവും ആദ്യമായി എൻ്റെ മനസ്സിൽ വരുന്ന ഞാൻ കൃതജ്ഞത പറയേണ്ടത് ബഹുമാനപ്പെട്ട ഗ്രാമികയുടെ പ്രവർത്തകർക്കാണ് എന്ന് പറയാൻ എനിക്കൊട്ടും മടിയില്ല. കാരണം ഇത്രയും സുന്ദരമായൊരു വേദി അതിൻ്റെ സമാപന സമ്മേളനം നടത്തുന്നതിന് ഒരുക്കി തന്ന അതിൻ്റെ പ്രവർത്തകരോടും പ്രത്യേകിച്ച് കിട്ടൻ മാഷോടും ഏത് രീതിയിലാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. വളരെ ഭംഗിയായ രീതിയിൽ അദ്ദേഹം അത് സംഘടിപ്പിച്ച് തന്നു. അദ്ദേഹത്തോടാണ് ഞാൻ ആദ്യമായി ഫൗണ്ടേഷൻ്റെ പേരിലും വ്യക്തിപരമായും കൃതജ്ഞത രേഖപ്പെടുത്തുന്നത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്കറിയാം ബ്രഹ്മശ്രീ കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി. അദ്ദേഹത്തെ കൃതജ്ഞത പറയുക എന്നുള്ളത് ഒരു അധികപ്പറ്റാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ അത് ഞങ്ങളെ നയിക്കേണ്ട കാരണവരാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ. പക്ഷെ ഔപചാരികത എന്നൊരു വാക്കുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ആ ഔപചാരികതയുടെ പേരിൽ ഞാൻ ഫൗണ്ടേഷൻ്റെ പേരിലും വ്യക്തിപരമായും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു വളരെ പ്രൗഢഗംഭീരമായ എന്നാൽ വളരെ ചെറുതുമായ ഒരു പ്രസംഗം അവതരിപ്പിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഒരു കാര്യം അപ്പോൾ വ്യക്തമായത് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിവാദങ്ങളിലോ മാത്രമല്ല, ഈ വക കാര്യങ്ങളിലും സാഹിത്യവുമായി ബന്ധപ്പെട്ട കലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ തന്നെ വളരെ കൃതഹസ്തതയുണ്ട് അവർക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ അവർക്ക് വ്യക്തിപരമായ പേരിലും ഫൗണ്ടേഷൻ്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ബഹുമാനപ്പെട്ട ചെർപ്പുളശ്ശേരി ശിവൻ, അദ്ദേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മറുമൊഴി എന്ന് പറയുന്നത് വലിയ ഒരു പ്രൗഢഗംഭീരമായിരുന്നു, ശാന്തഗംഭീരവുമായിരുന്നു. ഒരു വളരെ വിപുലമായ കാര്യങ്ങൾ പറയാതെ അതിൻ്റെ രത്നച്ചുരുക്കത്തിലേക്ക് ഒരു കലയെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മളത് ഏത് രീതിയിൽ വേണം, നമ്മൾ എവിടെയാണ് ദൈവവുമായി അടുക്കുന്നത് എന്നതിൻ്റെ ഒരു ചിത്രം വരച്ച് കാണിച്ച് കൃത്യമായ ഒരു മറുമൊഴിയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അദ്ദേഹത്തിന് ഫൗണ്ടേഷൻ്റെ പേരിലും വ്യക്തിപരമായും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്ക് കുഴൂർ നാരായണമാരാറെന്ന് മാത്രമല്ല, വിവിധ രീതിയിലുള്ള കലയും സാഹിത്യവുമൊക്കെ അതിൻ്റെ മീമാംസയിലേക്ക് കടന്നു ചെന്ന് അവതരിപ്പിക്കാൻ കഴിയുന്ന വി കലാധരന് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും വായിച്ചു പോയിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് അദ്ദേഹം വളരെ ചെറുതാണ് പറഞ്ഞതെങ്കിൽ കൂടിയും, ചെറിയൊരു പ്രസംഗത്തിൽ ഒതുക്കിയെങ്കിൽ കൂടിയും നമുക്ക് ഈ കലാരൂപത്തെയും കലാകാരനെയും കുഴൂർ നാരായണമാരേരെയുമൊക്കെ എങ്ങനെ നമുക്ക് സ്വാംശീകരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ചിത്രം അദ്ദേഹം വരച്ചാണ് അദ്ദേഹം നമ്മുടെ മുൻപിൽ വരയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും കൃതജ്ഞത പറയുന്നു. വ്യക്തിപരമായ പേരിലും ഫൗണ്ടേഷൻ്റെ പേരിലും അദ്ദേഹത്തെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന നമുക്കറിയാം, നമ്മുടെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട PK ഡേവിസ് മാസ്റ്റർ, അതുപോലെ മാള ബ്ലോക്ക് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ഈ വാർഡ് മെമ്പറുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
ഇവിടെ കൂടിയിരിക്കുന്ന സദസ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ മുൻകൂറായി ഒരു നന്ദി രേഖപ്പെടുത്തുന്നത് ഇതിന് ശേഷം ഇവിടെ ദ്വാദശമേളം എന്ന് പറയുന്ന ഒരു പുതിയ മേള സംവിധാനം ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ മുൻകൂറായി ഫൗണ്ടേഷൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ, എൻ്റെ ചെറുവാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ യോഗം അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി അവസാനിച്ചതായി അറിയിക്കുകയാണ്. തുടർന്ന് ദ്വാദശമേളം കേരളത്തിൻ്റെ അനുഷ്ഠാന മേള സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എന്നാൽ സമകാലിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഏറെക്കുറെ പിന്നാക്കം പോയിരിക്കുന്ന ഒരു വാദ്യവിശേഷം കൂടിയായ ദ്വാദശമേളം അവതരിപ്പിക്കുന്നത് ശ്രീ കലാനിലയം അനിൽകുമാറും സംഘവുമാണ്. ഏവരെയും ആ വാദ്യവിസ്മയത്തിന് സാക്ഷ്യം വഹിക്കുവാനായി പ്രത്യേകം ക്ഷണിക്കുന്നു. ഈ മേളത്തെക്കുറിച്ച് 2 വാക്ക്. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത്തായ കലാകാരന്മാർ, കലാ ആസ്വാദകർ എല്ലാവർക്കും നമസ്കാരം. ദ്വാദശം മേളം എന്നൊരു ആശയത്തെപ്പറ്റി തോന്നാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് 2 വാക്ക് പറയാനാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത്. കേരളീയ ക്ഷേത്രമേളങ്ങളിൽ അനവധിയായിട്ടുള്ള മേളങ്ങളുണ്ട്. പഞ്ചാരി, പാണ്ടി, അടന്ത, ചെമ്പട, അഞ്ചടന്ത, അങ്ങനെ അനവധിയായിട്ടുള്ള മേളങ്ങൾ നിലവിൽ പ്രചാരത്തിലുണ്ട്, പ്രയോഗത്തിലും ഉള്ളവയുണ്ട്. ഓരോ അക്ഷരകാലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ മേളങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ 12 അക്ഷരകാലത്തെ അടിസ്ഥാനപ്പെടുത്തി നിലവിൽ പ്രചാരത്തിലുള്ള മേളങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു അറിവിൽ നിന്നാണ് അത്തരത്തിലുള്ള ആശയത്തെപ്പറ്റി ചിന്തിക്കാൻ ഇടയായത്. അപ്പോഴാണ് നമ്മുടെ കീഴിലം ഗോപാലകൃഷ്ണന്മാരാണ് ഇത്തരത്തിലൊരു ആശയം പറഞ്ഞത്. അതായത് മുടിയേറ്റിലും മധ്യകേരളത്തിലെ ഗരുഡൻ തൂക്കത്തിൽ പോലുള്ള കലകളിലെല്ലാം കുണ്ടനാച്ചി താളം എന്ന പേരിൽ ഒരു താള പദ്ധതി ഉണ്ടായിരുന്നു എന്നും അത് 12 അക്ഷരകാലത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരുന്നു ആ താളം പ്രയോഗിച്ചിരുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതനുസരിച്ച് ആ താളത്തെ പറ്റിയിട്ട് കൂടുതൽ പലരോടും അന്വേഷിക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്തപ്പോൾ മുൻകാലങ്ങളിൽ ആ ഒരു താള പദ്ധതി പ്രചാരത്തിൽ ഉണ്ടായിരുന്നതാണെന്നും എന്നാൽ ഇന്നത് വേണ്ടത്ര പ്രചാരത്തിൽ വരാതെ പോയി എന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ താളം, ഈ മുടിയേറ്റ്, ഗരുഡൻ തൂക്കം, അർജുന നൃത്തം, തിടമ്പ് നൃത്തം പോലെയുള്ള വാദ്യകലകളിലെല്ലാം അതിൻ്റെ അടിസ്ഥാന താളം മാത്രമാണ്, അതായത് ഈ 12 അക്ഷരകാലം മാത്രമാണ് പ്രയോഗിച്ചിരുന്നത്. അതൊരു ചിട്ടയായിട്ടുള്ളൊരു മേളം എന്ന രീതിയിൽ ഈ താളപദ്ധതി പ്രയോഗത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ തരത്തിൽ ചിന്തിക്കുകയും ഈ ഒരു താളപദ്ധതിയെ ഒരു ചിട്ടയായ മേളത്തിൻ്റെ ഒരു ഘടനയിലേക്ക് 5 കാലങ്ങളാക്കി ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഈ പഞ്ചാരി മേളത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായതും പ്രചാരത്തിലുള്ളതുമായ പഞ്ചാരി മേളത്തിൻ്റെ അതേ അക്ഷരകാലത്തിലാണ് ഈ ദ്വാദശ മേളവും ഉള്ളത്. എന്നാൽ പഞ്ചാരി മേളത്തെക്കാളും തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഈ മേള അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ മേളത്തിൻ്റെ ഒരു സവിശേഷത. ഈ അടിസ്ഥാന താളമായിട്ടുള്ള 12 അക്ഷരകാലത്തെ ഒരു തൂക്കുതാള രീതിയിൽ 6 അക്ഷരകാലമാക്കി ഒരു കാലം കൂടിയായിട്ട് കൊട്ടിയാണ് ഈ മേളം അവസാനിപ്പിക്കുന്നത്. വളരെയധികം ആസ്വാദികരമായൊരു താളപദ്ധതി തന്നെയാണിത്. എന്നാൽ പ്രയോഗത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം ഈ താളപദ്ധതി വേണ്ടത്ര പ്രചാരത്തിലാവാതെ പോയത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു എളിയ സംരംഭത്തിന് കൊഴൂർ നാരായണ മാരാശാൻ പോലുള്ള ഒരു മഹത് വ്യക്തിയുടെ
അനുസ്മരണ വേദിയിൽ അവതരിപ്പിക്കാൻ അവസരം തന്ന സമിതി ഭാരവാഹികളോടും കൃഷ്ണയ്യ സ്വാമിയോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മേളം ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. എല്ലാവരുടെയും പ്രോത്സാഹനവും പിന്തുണയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.